കറക്റ്റ് നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായി. ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ലേറ്റ് ആയില്ലേ നമ്മള്? യെസ് യെസ്. സോ ഹൗ ആർ യു ഗൈസ് ഡൂയിങ്? സുഖാണോ എല്ലാവർക്കും? എന്നെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു അല്ലേ? അതോ ഒരാഴ്ച കഴിഞ്ഞപ്പോ അങ്ങനെ തന്നെ മറന്നുപോയോ? എന്നാ നോക്കട്ടെ, എന്താ എന്റെ പേര്? ഒയ്യോ, പേര് ഇവിടെ എഴുതിയിട്ടല്ലേ. അപ്പൊ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. ഓക്കെ, യെസ് യെസ്. വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഓർമ്മയുണ്ട് മഹിമ മാം? ദേ പേരാണ് എഴുതിക്കുന്നത് വെണ്ടയ്ക്ക് അക്ഷരത്തില്. All right. Good evening സുലേഖ. ഇനി മിസ്സിനെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം കാണുന്ന വെറുതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇത്രയും പേരോ? ആഹാ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു നിങ്ങൾ? ഓക്കെ, നൈസ് നൈസ്. അപ്പൊ കുറച്ച് പുതിയ ആൾക്കാരും ഉണ്ട്. ഓൾ റൈറ്റ്, ലോവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓൾ റൈറ്റ്. ഓ, ആദിഷ് പറയുന്നുണ്ട് ന്യൂ അഡ്മിഷൻ ആണ് മാം. ഓ, വെൽക്കം ടു ദ ക്ലാസ് ഹസ്ന. വെൽക്കം. സോ നമുക്ക് ന്യൂ അഡ്മിഷൻ ആയിട്ടുള്ള ഹസ്നെ തന്നെ വിളിക്കാം. സർ, ഹസ്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ ഹസ്ന. ഹലോ. പക്ഷെ ഹസ്ന ഒളിച്ചിരിക്കുക. ഇപ്പൊ കാണാം. എവിടുന്നാ വരുന്നത്? വേർ ഇസ് യുവർ പ്ലേസ്? തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ ഹസ്ന. സോ മിസ്സിന്റെ പേര് മഹിമ. മിസ് നിങ്ങൾക്ക് കെമിസ്ട്രി ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. കെമിസ്ട്രി കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല. പക്ഷെ ബേസിക് സയൻസ് അറിയാം അല്ലേ? സോ ആ ബേസിക് സയൻസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഹസ്ന. ഓക്കെ, അതിൽ കുറെ റിയാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഭാഗമാണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഭാഗമായിരിക്കും മിസ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. യെസ് യെസ്. സോ വെൽക്കം ടു ദി സെഷൻ. ഓക്കെ, യെസ്. സുലേഖ ന്യൂ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ സുലേഖ, യു ടു വെൽക്കം. സോ ന്യൂ സ്റ്റുഡൻസ് എല്ലാവർക്കും ഒരു ഹ്യൂജ് വെൽക്കം. ഓക്കെ, ഇനി ആ ഹാൻഡ് റൈസ് ചെയ്ത് എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ. ആണോ ഫറ? എനിക്ക് വയ്യ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ മക്കൾ വേണം ഇതിന് ആൻസർ പറയാൻ. ഓക്കെ, സോ നമ്മള് ബേസിക് ക്ലാസ് ഇപ്പൊ നടത്തണം അല്ലെ? അതില് കെമിസ്ട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് അല്ലെ? അത് ഏതൊക്കെയാന്ന് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഓർമ്മയുള്ള എല്ലാവരും ഒന്ന് കൈവയ്ക്കുക നോക്കട്ടെ. അതിന്ന് ഒരാളെ നമ്മൾ വിളിക്കും. ഓക്കെ സർ, ഈ ഹാൻഡ് റൈസിൽ നിന്ന് ആരെങ്കിലും ഇഷ്ടമുള്ള ഒരാൾ വിളിച്ചു. ജൂലിയ. ഓക്കെ, യെസ് ജൂലിയ. താങ്ക് യു അഡോൺ. യെസ്. സോ ജൂലിയ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ കണ്ടേ? സർ, യു ക്യാൻ ടേക്ക് മൈ ലാപ്ടോപ്പ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടേ? ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. മിടുക്കി. നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനെ പറ്റിയും കെമിക്കൽ ചേഞ്ചിനെ പറ്റിയാ പഠിച്ചത് അല്ലേ? സോ എല്ലാവരും ജൂലിയ എന്നല്ല മോനെ പേര് വന്നേ? ജൂലിയ. യെസ്, എല്ലാവരും ജൂലിയക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. സോ വെരി ഗുഡ്. നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനെ പറ്റിയും കെമിക്കൽ ചേഞ്ചിനെ പറ്റി എല്ലാവരും, ഞാൻ വിചാരിച്ച ആരും കൈയടിക്കില്ല, എല്ലാവരോടും കൈയടിക്കുന്നുണ്ട് ജൂലിയ. വെരി ഗുഡ്. ഇനി ജൂലിയയുടെ തൊട്ടടുക്കി ഇരിക്കുന്ന ആളൊന്ന് വിളിച്ചേ സർ. നമ്മുടെ എൽഡ. എന്തായിരുന്നു എൽഡ ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാ? താങ്ക് യു ലക്ഷ്മി, താങ്ക് യു. എന്താ ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ? വെരി ഗുഡ്. ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ വിച്ച് നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോം. പുതിയ ആ ചേഞ്ച് നടന്നു കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ആരും ഫോം ചെയ്തിട്ടില്ല എങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ? വെരി ഗുഡ്. അപ്പൊ എന്താ കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് അതാര് പറയും? അടുത്താണ്, തൊട്ടടുത്ത് ആ റെഡ് ഷർട്ട് എടുക്കുന്ന നമ്മുടെ രഞ്ജൻ. പറ രഞ്ജൻ, എന്താ കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാ? ന്യൂ സബ്സ്റ്റൻസസ്, അതായത് ആ ചേഞ്ച് നടന്നു കഴിഞ്ഞിട്ട് പുതിയ സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയും അല്ലെ? വെരി ഗുഡ്. ഇനി മിസ് എന്താ ചെയ്യാൻ പോണെന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ആക്ടിവിറ്റി തരാൻ പോവാം. ഓക്കെ, ആക്ടിവിറ്റി ഇൻ ദി സെൻസ് അത്രയ്ക്ക് വലിയൊന്നുമില്ല, ചെറിയൊരു ഹോംവർക്ക് ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്രഷ് പീസ് ഓഫ് പേപ്പർ എടുക്കുക. ന്യൂ സ്റ്റുഡൻസ് കുഴപ്പമില്ല കേട്ടോ, ന്യൂ സ്റ്റുഡൻസ് വേണ്ട, നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഫ്രഷ് പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ യു ഷുഡ് റൈറ്റ് 3 examples for physical change.
ഫിസിക്കൽ ചേഞ്ചിന് ഏതെങ്കിലും 3 എക്സാമ്പിൾസ് എഴുതണം. ഓക്കെ, alright? Okay, so your time starts now. I'll give you 1 minute. ഒരു മിനിറ്റ് തരാട്ടോ മിസ്. Yes sir, can you please call Robin sir? Yeah. Oh 3 വളരെ ഈസി ആണോ? Add on, it's okay. Is it your first class add on? കുഴപ്പമില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കുള്ള ചെറിയൊരു ലൈക്ക് മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അവർ പഠിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രം. ഓക്കെ, യെസ്, അപ്പൊ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. I'll make it 5. Okay, 3 examples വേണ്ട, 5 examples. Sir, can you please make me invisible? ഞാൻ ഇവർ അടുത്ത് പോയിട്ട് ഇവർ എഴുതുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടാ. യെസ്. യെസ്, സോ ഞാൻ നോക്കുമ്പോൾ കുറെ പേര് ഓൾറെഡി എഴുതി കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നു, കുറച്ച് പേര് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. alright സർ, നമുക്ക് ഒരാളെ വിളിച്ചാലോ? ന്യൂ സ്റ്റുഡൻസ് ടെൻഷൻ അടിക്കേണ്ട, മിസ് ഒന്നും കൂടെ പറഞ്ഞു തരും ഇതൊക്കെ എന്താണ്. ഓക്കെ, കഴിഞ്ഞ ഒരാളെ വിളിക്കാം നമുക്ക് സർ, എഴുതി കഴിഞ്ഞ ഒരാളെ. ആരെ വിളിക്കണ്ടേ നമുക്ക്? ആഹിൽ. സോ 5 എക്സാമ്പിൾസ് മിസ് എഴുതാൻ പറഞ്ഞു ഒരു ഫിസിക്കൽ ചേഞ്ചിന്. 5 എക്സാമ്പിൾസ് എഴുതിയോ? Yes. Okay, so first എക്സാമ്പിൾ ഏതാ നോക്കട്ടെ. Burning to plastic. ഏതാ കൂട്ടാ? Burning to plastic. ഫിസിക്കൽ ചേഞ്ച് ബേണിംഗ് എന്ന് പറയുമ്പോ ബേണിംഗ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ എന്ത് ബേൺ ചെയ്താലും അത് കെമിക്കൽ റിയാക്ഷൻ. മിസ് ഒരു എക്സാമ്പിൾ തരട്ടെ ഫിസിക്കൽ ചേഞ്ചിന്. ഫോൾഡിംഗ് ഓഫ് എ പേപ്പർ, ഒരു പേപ്പർ ഫോൾഡ് ചെയ്യാ കേട്ടോ. പേപ്പർ നമ്മൾ കട്ടിംഗ് വുഡ്, വെരി ഗുഡ്. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞേ. കട്ടിംഗ് ക്ലോത്ത്, മിടുക്കൻ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത സർ, നമ്മുടെ സെക്കൻഡ് ക്ലാസ് നമ്മൾ ബ്ലൂ ടീഷർട്ട് ഇരിക്കുന്നത് ആരാ? ഫസ്റ്റ് അല്ല സെക്കൻഡ്, അപ്പുറത്തെ ക്ലാസ് റൂം സർ, സെക്കൻഡ് റോയില് സെക്കൻഡ് വൺ. വൈഗ കുട്ടി നല്ല ബ്ലൂ ടീഷർട്ട് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. സോ വൈഗ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരുമോ മിസ്സിന് ഫിസിക്കൽ ചേഞ്ചിന്? മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യൂബ്സ്, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ നല്ല തണുത്ത ഐസ് എടുത്തിട്ട് കുറച്ചു നേരം നമ്മൾ പുറത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ മെൽറ്റ് ആയി എന്താവും? ലിക്വിഡ് ആയി മാറും അല്ലെ? അതെന്താണ്? ഐസ് ആയിട്ട് ഇരിക്കുമ്പോഴും അത് വെള്ളമാണ്, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആയാലും അത് വെള്ളം തന്നെയാണ്. അത് വേറെ ഐസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ സ്പിരിറ്റ് ആവോ? ഇല്ല അല്ലെ? കോമ്പൗണ്ട് ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. അപ്പൊ അത് എന്ത് ചേഞ്ച് ആണ്? അത് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഫുൾ നമ്മൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചാ പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ അപ്പൊ എന്ത് ചെയ്യണം?
നമ്മുടെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചിട്ട് അതിന്റെ ലിങ്ക് വാങ്ങണം. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ക്ലാസ്സിൽ കട്ടിംഗ് പേപ്പർ, വെരി ഗുഡ്, യെസ് കറക്റ്റ് ആട്ടോ. ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കെമിസ്ട്രിയുടെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെ പറ്റിയാണെന്നറിയോ? ആറ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആറ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിന് തൊട്ട് മുന്നേ നമ്മൾ ആസിഡ്സ് എന്താന്ന് പഠിക്കും, ബേസസ് എന്താന്ന് പഠിക്കും. കേട്ടിട്ടുണ്ടോ ആസിഡ് എന്നൊക്കെ? ആസിഡ്, അവിടെ ആസിഡ് അറ്റാക്ക് സംഭവിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ചിലപ്പോ ആസിഡ് ഒക്കെ തട്ടി കൈയൊക്കെ പൊള്ളിയ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആസിഡ് എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്, അതൊരു കെമിക്കൽ ആണ്. ഓക്കെ, സോ നമ്മൾ ആസിഡ് എന്താന്ന് പഠിക്കും, ബേസ് എന്താന്ന് പഠിക്കും. ഓക്കെ, ആ തൻവീർ ഇപ്പൊ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, യെസ് യെസ്, ഓൾറൈറ്റ്. അഡോൺ, അഡോൺ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. Adon, can you please raise your hand? എവിടെ Adon? Adon പോയോ? All right, okay. Yes. Yes, sir. മിസ്, അപ്പോൾ ഞാൻ ഏത് ടീച്ചറോടാണ് ചോദിക്കേണ്ടത്? മോൻ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ മതി. ഓക്കെ, യു ടോക്ക് ടു ദ ക്ലാസ് ടീച്ചർ. ഓൾറൈറ്റ്, യെസ് സർ. One second. Okay. Dear students, we have a minor technical issue, so we should give some 5 minutes break. ആണോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 5 minutes ബ്രേക്ക് ക്വിക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിസ് പെട്ടെന്ന് തന്നെ ഓടി വരാം. ഓക്കെ, സോ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണോ നമ്മൾ പഠിച്ചെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും കേട്ടോ. ആരും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ഓൾറൈറ്റ്, ഓക്കെ, ആരും പോയി ജസ്റ്റ് ഒരു 5 minutes മിസ് ദേ പോയി ഡൗൺ. ഓക്കെ, യെസ്.
യെസ്, സോ ഐ ആം ബാക്ക്. എല്ലാരും ആ വഴി എങ്ങനെ പോയോ? ഇല്ല അല്ലേ? ആൾറൈറ്റ്. സോ മിസ് എന്താ പറഞ്ഞേ? നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലെ ഏറ്റവും സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ് എന്ത്? കെമിസ്ട്രീനെ പറ്റി. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ആസിഡ്സിനെ പറ്റിയും ബേസിനെ പറ്റിയാണ്. ഓക്കെ, സോ ഇത് ഒരു സ്റ്റോറി പോലെ നമ്മൾ പഠിക്കാൻ പോകും. എല്ലാവർക്കും സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആൾറൈറ്റ്, ഓക്കെ, എല്ലാവരും തലയാട്ടുന്നു. ആൻഡ് സ്റ്റോറി കേൾക്കൽ മാത്രമല്ല, നമ്മൾ കുറച്ച് ആൾക്കാരെ വരയ്ക്കുകയും ചെയ്യും. ഓക്കെ, സോ കുറച്ച് ഡ്രോയിങ്സ്, എല്ലാവരും കളർ പെൻസിൽസ് ഇല്ലേ? സ്കെച്ചും കളർ ലൈക് ക്രയോൺസ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവും. ഉണ്ട്. അപ്പൊ എല്ലാം റെഡി അടുത്ത് വെച്ചോ. നമ്മൾ കുറച്ച് ആൾക്കാരെ വരയ്ക്കാനും പോവാം. എല്ലാത്തിനും നോ 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 എന്നാണല്ലോ ഏബൻ പറയുന്നേ. അതെന്ത് പറ്റി? കളർ പെൻസിൽ ഇല്ല, റെഡി അല്ല പഠിക്കാൻ, അതാണോ നോ? ഓക്കെ, തൻവീറിന്റെ സ്കെച്ച് പെൻ ഇല്ല, സാരില്ല, പെന്നും പെൻസിലും ഉണ്ട്, അത് മതി. Alright. Okay, so without wasting any time, let's start the class. So Miss പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തിനെ പറ്റി പഠിക്കാൻ പോകുന്നത്? About acids, bases and salts. Okay, so Miss പറഞ്ഞ ആ സ്റ്റോറിയിലേക്ക് പോവാം. Okay, so ഞാൻ പറഞ്ഞു കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, പക്ഷെ ഈ ബ്രാഞ്ചിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കോമ്പൗണ്ട്സ്, കുറേ ആൾക്കാരെ പറ്റി പഠിക്കണം. ഓക്കെ, അപ്പൊ അന്ന് പണ്ട് കാലത്തുള്ള സയന്റിസ്റ്റ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പഠനമൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ മെയിൻ ആയിട്ടും 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഓക്കെ, എന്താ പറഞ്ഞേ? കുറെ ആൾക്കാരെ പറ്റി പഠിക്കണ്ടേ? നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ അവരെ പറ്റി പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ആൾറൈറ്റ്, ഓക്കെ, അങ്ങനെ നമ്മുടെ പണ്ട് കാലത്തെ സയന്റിസ്റ്റ് കെമിസ്ട്രിയിലുള്ള എല്ലാ കോമ്പൗണ്ട്സിനെയും 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു. എത്രയായിട്ടാ? എല്ലാരും സ്ക്രീനിൽ കാണിച്ചേ, 3. അതൊക്കെ ആരാന്നറിയോ? അതാണ് നമ്മുടെ ആസിഡും ബേസും സോൾട്ടും. ഓക്കെ, എല്ലാത്തിനെയും നമുക്ക് ആസിഡ്, ബേസ്, സോൾട്ട് എന്ന് പറഞ്ഞിട്ട് 3 ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ആൻഡ് ഈ ക്ലാസ്സിൽ നമ്മൾ ആസിഡിനെ പറ്റി പഠിക്കും, അതേപോലെ തന്നെ ബേസിനെ പറ്റി പഠിക്കും. സോൾട്ട് അവിടെ നിൽക്കട്ടെ, അത് കുറച്ച് വലിയ ആളാണ്, അത് നമുക്ക് കുറച്ച് വലിയ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ആൾറൈറ്റ്, യെസ്. അപ്പൊ എല്ലാ തീരുമാനങ്ങളൊക്കെ എടുത്തു, നമുക്ക് ഗ്രൂപ്പ് ആക്കാം, 3 ഗ്രൂപ്പ് ആക്കാം. പക്ഷേ നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ആക്കും? എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇവരൊക്കെ ഗ്രൂപ്പ് ആക്കുക? അപ്പോ ഏതോ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടില്ലേ, നമുക്ക് ആ കോമ്പൗണ്ട് കിട്ടുമ്പോ നമുക്ക് അവരെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും അത് കൊള്ളാലോ, സിമ്പിൾ അല്ലേ, വേറെ പണിയൊന്നുമില്ല, നമുക്ക് വെറുതെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ മിസ് പറയണ പണ്ട് കാലം, അന്ന് എക്യുപ്മെന്റ്സ് ഇല്ല, ഇത്രയും സയൻസ് ഇത്രയും വളർന്നിട്ടില്ല, വളരെ ബേസിക് ആയിരുന്നു എല്ലാം. ഓക്കെ, യെസ്. അപ്പൊ പണ്ടത്തെ കാലത്ത് സയന്റിസ്റ്റ് എന്ത് ചെയ്തു? കോമ്പൗണ്ട്സിനെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി എത്ര പേർക്ക് നാരങ്ങ ഇഷ്ടമാണ്? നാരങ്ങയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇതിൽ എത്ര പേര് പച്ച നാരങ്ങ പച്ചയ്ക്ക് തിന്നിട്ടുണ്ട്? എല്ലാവരും കഴിച്ചിട്ടുണ്ട്, എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെ? യെസ്. സോ നമ്മൾ വളരെ പച്ച നാരങ്ങ അങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ? എല്ലാവരും ഇങ്ങനെ കാക്കുന്നുണ്ട്. യെസ്, എക്സാക്ട്ലി. ഇതേ നിങ്ങളുടെ മുഖം ഇതുപോലെ ഇരിക്കും അല്ലെ? ഉത്തരം ഇപ്പൊ ഛർദിക്കും, അയ്യോ ഛർദിക്കരുത്. ഓക്കെ, ഇതുപോലെ ഇരിക്കും. ഓക്കെ, സോ നാരങ്ങ കഴിക്കുമ്പോ നമുക്ക് എന്ത് ടേസ്റ്റാ കിട്ടുന്നേ? പുളി അല്ലെ? പുളി. യെസ്, പുളിക്ക് എന്താ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറിയോ? സവർ. ഇത് പുളിയല്ല മിസ്, ഇത് സൂപ്പർ ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇംഗ്ലീഷില് നമ്മൾ പുളിക്ക് എന്താ പറയാ? സവർ എന്നാ പറയാ, സവർ. ഓക്കെ, സോ നാരങ്ങ എന്തുകൊണ്ടാ ഭയങ്കര പുളി എന്നറിയോ? കാരണം നാരങ്ങയില് ഒരു ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നാരങ്ങയിൽ എന്തുണ്ട്? ആസിഡ് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ കറിയിലൊക്കെ ഇടുന്ന വാളപ്പുളിയൊക്കെ കഴിക്കാറില്ലേ അല്ലെ? അതെന്താ പുളി? അതെന്തുകൊണ്ടാ തന്നെ പുളി ടേസ്റ്റ് ഉള്ളത്? അതിലും ആസിഡ് ഉള്ളതുകൊണ്ടാണ്. സോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? ആസിഡ്സ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ സവർ ഇൻ ടേസ്റ്റ്. പുളിയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആസിഡ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ എന്താ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്? They are the chemical substances which have got sour taste. അപ്പൊ എഴുതിക്കോ, ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഫസ്റ്റത്തെ ഹെഡിങ്
ആസിഡ്സ്. മാം ലെമൺ കഴിച്ചാൽ എനിക്ക് എക്സ്പ്രഷൻ വരില്ല. അത് ഞാൻ വിശ്വസിക്കില്ല തൻവീർ. ഒരു തരി പോലും എക്സ്പ്രഷൻ വരില്ല എന്നാണോ? നോക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ മിസ് ഒരു ലെമൺ ആയിട്ട് വരുന്നുണ്ട്. നോക്കട്ടെ, എല്ലാവരും ലെമൺ എടുത്തിട്ട് വരണം കേട്ടോ. നമുക്ക് എക്സ്പ്രഷൻ ഇല്ലാണ്ട് ലെമൺ കഴിക്കാൻ പറ്റുമോ നോക്കാലോ. അപ്പൊ എഴുതിക്കോ, ആസിഡ്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് which have a sour taste. പുള്ളിയുള്ള ടേസ്റ്റ്. ഓക്കെ, പുള്ളി ടേസ്റ്റ് ഉള്ള കോമ്പൗണ്ട്സ് ഒക്കെ എന്താണ്? അത് ആസിഡ്സ് ആണ്. ലെമൺ gives life എന്നൊക്കെ ഓക്കെ ലവീന, agreed 100%. എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ആസിഡ് എന്താണെന്നുള്ള ഒരു ബേസിക് ഡെഫിനിഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ ആസിഡ് തന്നെ 2 types are there. 2 ടൈപ്പ് ആസിഡ് ഉണ്ട് നമുക്ക്. ഓക്കെ, സോ നമ്മൾ ഇതാ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാൻ. മിസ് മാറ്റിക്കോട്ടെ സ്ലൈഡ്. എഴുതി കഴിഞ്ഞോ എല്ലാവരുടെയും? ഇല്ലേ? ദേ ഇത്ര എഴുതാനുണ്ടോ? ഈ ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് ഇത്ര സമയം വേണോ? പെട്ടെന്ന് എഴുത്. കം ഓൺ. ഈ ഹാൻഡ് റൈസ് ഒക്കെ എന്തിനാ? ഡൗട്ട് ആണോ? അല്ല, ലോവർ ഹാൻഡ് ചെയ്യാൻ മറന്നു പോയതാ മിസ്സേ. ഓക്കെ, ലോവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടോ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ. സർ ഫസ്റ്റ് ആ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ആരാ? ലവീന. ലവീന ഡൗട്ട് ഉണ്ടോ കൂട്ടാ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തോണ്ട് മിസ് ചോദിച്ചാ കേട്ടോ. ഉണ്ട് എനിക്ക്. സുലേഖ ഹാൻഡ് റൈസ് ചെയ്തോ. സുലേഖയ്ക്ക് എന്താ ഡൗട്ട്? പറ സുലേഖ, എന്താ മോളെ ഡൗട്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഡൗട്ട് ഇല്ലേ? ഓക്കെ, ഫിനിഷ് റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് 2 types of acids are there. ഇപ്പൊ ആരും എഴുതുന്നത് എല്ലാവരും put down your pen. പെൻ താഴെ വെച്ചോളൂ. ഇതിങ്ങനെ കിടുന്നുണ്ട്. ഞാൻ മിസ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മിസ്സേ. ഓക്കെ, ഓൾറൈറ്റ്. സോ വി ഹാവ് 2 types of acids. നമുക്ക് ഓർഗാനിക് ആസിഡ് ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ഓർഗാനിക് ആസിഡ്, ഇൻഓർഗാനിക് ആസിഡ് വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ലിവിങ് ഓർഗാനിസം, അതായത് ജീവനുള്ള പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും കിട്ടുന്ന ആസിഡ്സിനെ ഉണ്ടല്ലോ നമ്മൾ എന്ത് പറയും? ഓർഗാനിക് ആസിഡ്. ഓക്കെ, വാട്ട് ആർ ഓർഗാനിക് ആസിഡ്? ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ലിവിങ് സോഴ്സസ് അല്ലെങ്കിൽ ലിവിങ് തിങ്സിൽ നിന്നാണ് നമുക്ക് ആരെ കിട്ടുക? ഓർഗാനിക് ആസിഡിനെ കിട്ടുക. അപ്പോ ഇൻഓർഗാനിക് ആസിഡ് ആരായിരിക്കും? ഒരാള് ലിവിങ് തിങ്സിൽ നിന്നാണെങ്കിൽ മറ്റാള് ഫ്രം നോൺ ലിവിങ് തിങ്സ് ലൈക്ക് റോക്സ് ആൻഡ് മിനറൽസ്. ഓക്കെ, കല്ലിൽ നിന്നും മിനറൽസിൽ നിന്നൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആസിഡ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻഓർഗാനിക് ആസിഡ് എന്ന് പറയും. ക്ലിയർ ആയോ? ഓർഗാനിക് ആസിഡ് എവിടുന്നാ കിട്ടുക മനസ്സിലായോ? ഫ്രം ലിവിങ് സോഴ്സസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. Inorganic acids, so they are obtained from non-living sources like rocks. Dara rock alle, rocks and minerals. Okay, rocks il ninnum minerals il ninnum namukku kittum. Okay, appo ningal first endu edum type of acid ennu edum. ഒരു ടൈപ്പ് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തേ. എന്നിട്ട് 2 ആരോ ഇതേപോലെ ഇടാം. ഓർഗാനിക് ആസിഡ്, ഇൻഓർഗാനിക് ആസിഡ്. എഴുതിക്കോ. ഓർഗാനിക് ആസിഡ് എവിടുന്നാ കിട്ടുക? ഫ്രം ലിവിങ് സോഴ്സസ്. ഫ്രം ലിവിങ് സോഴ്സസ്. ഇൻഓർഗാനിക് ആസിഡ്സ് എവിടുന്ന് കിട്ടും? നോൺ ലിവിങ് സോഴ്സസ്. Non-living sources like rocks and minerals. Rocks and minerals. Finish. Okay, very good. ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. Okay. Simple അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. എല്ലാവരും തലയെടുത്തു. യെസ് മാം, ഇതുവരെ വളരെ സിമ്പിൾ ആണ്. യെസ്, ഇനി അങ്ങോട്ടും സിമ്പിൾ തന്നെയായിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്. ഇനി മിസ് ഒരു ചെറിയ കാര്യം കൂടെ എക്സ്ട്രാ പറയണേ. ഈ ഇൻഓർഗാനിക് ആസിഡ് മെയിൻ ആയിട്ടും നമുക്ക് മിനറൽസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഇൻഓർഗാനിക് ആസിഡ്സ് ആർ ഓൾസോ നോൺ ആസ് മിനറൽ ആസിഡ്സ്.
ഓക്കെ, അവർക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. They are also known as mineral acids. എഴുതിക്കോ, mineral acids. ഓക്കെ, അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, which acid is known as mineral acid? അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? ഇൻഓർഗാനിക് ആസിഡ്. ആണോ സുലേഖ? എനിക്ക് വയ്യ. ഒയ്യോ, ഋഷികേഷ് പറഞ്ഞപ്പോഴും മിസ്സിന് ആ ഒരു കാര്യം ഓർമ്മ. നിങ്ങളൊക്കെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും റിസൾട്ട് വന്ന കാര്യം അറിഞ്ഞോ? SSLC റിസൾട്ട് വന്ന കാര്യം അറിഞ്ഞോ? ദേ ഋഷികേഷ് പറയുന്നുണ്ട്, മാം എന്റെ ചേട്ടന്റെ SSLC റിസൾട്ട് വന്നു. വെരി ഗുഡ്. എങ്ങനെയുണ്ട് ഋഷികേഷ് ചേട്ടന്? ഒരു ഹാൻഡ് റൈസ് ഉണ്ട് സർ, നമുക്ക് ആ ഹാൻഡ് റൈസ് നോക്കാം. നുതാൻ, നല്ല പേര്. ഹായ് നുതാൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൂട്ടാ. ആ നുതാൻ, നുതാൻ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ അറിയില്ല? ന്യൂ എന്നാ പറഞ്ഞത്. ഞാൻ എന്താ കേട്ടെന്ന് അറിയോ? നോ എന്നാ കേട്ടെ. ഓക്കെ, ന്യൂ. വെരി ഗുഡ്. ഓക്കെ, സോ നുതാന്റെ ഡൗട്ട് ഉണ്ടോ? ഓർഗാനിക് ആസിഡിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു? ഓ, ഓർഗാനിക് ആസിഡിന്റെ എക്സാമ്പിൾ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഓർഗാനിക് ആസിഡ് നമുക്ക് കിട്ടുന്നത് ലിവിങ് സോഴ്സസ്, അതായത് ജീവനുള്ള ആൾക്കാരിൽ നിന്നാണ് കിട്ടുക, ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അത്രേ ഉള്ളൂ. ഇനി എക്സാമ്പിൾസ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാൻ പോവാ. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, സോ മുഹമ്മദിന് ഫുൾ A+ ആണ് ചേട്ടന്. വെരി ഗുഡ്. ഋഷികേഷിന്റെ ചേട്ടൻ 9 A+ and 1 A. വാവ്, വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യടാ, അനവധിയല്ല. എനിക്ക് ചേട്ടനും ഇല്ല, ചേച്ചിയില്ലാന്ന്. എന്റെ സിസ്റ്റർ MBBA പഠിക്കും, SSLC കഴിഞ്ഞു. ഓൾറൈറ്റ്, ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. ഓക്കെ, സുലേഖ ആ ഡൗട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ കൂട്ടാ, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഓർഗാനിക് ആസിഡും കിട്ടി, ഇൻഓർഗാനിക് ആസിഡും കിട്ടി. ഈ ഓർഗാനിക് ആസിഡ് ഉണ്ടല്ലോ പൊതുവെ വീക്കാണ്. അവരെന്താണ്? അവര് വീക്കാ. കാരണം എന്താണെന്നറിയോ? വീക്ക് എന്ന് വെച്ചാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഓർഗാനിക് ആസിഡ് നമ്മുടെ കൈ വീണ നമ്മുടെ കൈയൊന്നും പൊള്ളില്ല. നമ്മൾ ലെമൺ, നാരങ്ങ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായ പൊള്ളുന്നുണ്ടോ? നാരങ്ങ കഴിക്കുമ്പോ നാരങ്ങയിൽ ആസിഡ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു, പക്ഷെ നാരങ്ങ കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നാറില്ല അല്ലെ? പൊള്ളലൊന്നും ഫീൽ ചെയ്യാറില്ല. യെസ്, അപ്പൊ നമുക്ക് പറയാം ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ആസിഡാ. പക്ഷെ ഇൻഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവര് കുറച്ച് സ്ട്രോങ് ആ. നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അതൊക്കെ കൈ വീണ എങ്ങനെ ഇരിക്കും? സൂപ്പർ ആയിരിക്കും. ഓക്കെ, അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. സോ അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതിക്കോ. ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് ആണ്. ആൻഡ് ഇൻഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ മിനറൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആസിഡ് ആണ്. ഉത്തരം പറയുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. യെസ്, അവരൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്. Okay, yes. Alright, organic acid ഉം inorganic acid. ഇനി ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഓർഗാനിക് ആസിഡിലേക്ക്. ഓക്കെ, ഓർഗാനിക്. മൈ ബ്രദർ ഈസ് ഇൻ CBSE. ഓക്കെ ലക്ഷ്മി, CBSE കാരുടെ റിസൾട്ട് 2 ഡേയ്സിനുള്ളിൽ വരും. വിത്തിൻ 2 days, 2 or 3 days. ഓക്കെ, കഴിഞ്ഞു എല്ലാവരുടെയും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വേവ് ചെയ്യും കഴിഞ്ഞെങ്കിൽ. അപ്പൊ മിസ്സിന് മനസ്സിലാവും നിങ്ങളുടെ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞവരൊക്കെ ഒന്ന് വേവ് ചെയ്തേ ക്യാമറയിലേക്ക്. ഓ, പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വേവ്സ് ഐ ഹാവ്. ഓക്കെ ഓക്കെ, കഴിഞ്ഞു. സോ മിസ് മാറ്റാട്ടോ. ആഡോൺ ചോദിക്കുന്നുണ്ട്, മാം ആർ യു മാരീഡ്? എല്ലാവർക്കും എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. No, no. Yes. No. അടുത്ത സ്ലൈഡ് കഴിഞ്ഞിട്ട് മിസ് ഇതിന്റെ ആൻസർ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഓർഗാനിക് ആസിഡിലേക്ക് പോവാം. ഓക്കെ, സോ മിസ് പറഞ്ഞു ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഉള്ള ആസിഡ് ആണ്. സോ നമ്മൾ കുറച്ച് ആൾക്കാരെ പറ്റി പഠിക്കാൻ പോവാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ബോക്സ് എല്ലാവരും വരച്ചേ. നാച്ചുറൽ സോഴ്സ് ആസിഡ്. റഫേൽ പറയാ നോ കമന്റ്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, മിനറൽ ആസിഡ്. സർ ഫസ്റ്റത്തെ കമന്റ് ബോക്സ് ഒന്ന് അടിയിലേക്ക് ആക്കാമോ? ഒന്ന് സ്ക്രോൾ ഡൗൺ. സോറി, കമന്റ് കാണാൻ വേണ്ടിട്ടായിരുന്നു.
മിനറൽ ആസിഡിനെ പറയും. ഓക്കെ, സോ സുലേഖ, മിനറൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മിനറൽസിൽ നിന്നും റോക്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ആസിഡ്സിനെ എടുക്കും. അങ്ങനെ എടുക്കുന്ന ആസിഡിനെ നമ്മൾ മിനറൽ ആസിഡ് നമ്മൾ കാണും. ഫസ്റ്റ് ഓർഗാനിക് ആസിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഓർഗാനിക് ആസിഡിലേക്ക് പോവാം. ഓക്കെ, യെസ്, എഴുതിയോ? ബോക്സ് വരച്ചോ? ബോക്സ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ പുട്ട് ഡൗൺ യുവർ പെൻ. ഓൾറൈറ്റ്, കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. ബോക്സ് സ്കെയിലൊക്കെ വെച്ചിട്ടാ വരയ്ക്കുന്നേ. ഓക്കെ, വേദിക, എനിക്ക് വയ്യ. വേദിക ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. വേദികയോട് ഓൾറെഡി ആൻസർ പറഞ്ഞു തുടങ്ങി. എനിക്ക് വയ്യ മിസ്, ഞങ്ങൾ ഇതൊക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എനിക്കറിയാം, പക്ഷെ എന്നാൽ നിങ്ങളുടെ ബേസ് ഞാൻ സ്ട്രോങ് ആക്കണ്ടേ? ഓക്കെ, സോ വേദിക ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കൂട്ടാ. ഗുഡ് ഈവനിങ് വേദിക. സോ വേദിക, വിനേഗറിലുള്ള ആസിഡിന്റെ പേരെന്താ? Acetic acid. മിടുക്കി. The acid present in vinegar. വിനേഗറിൽ ഏത് ആസിഡ് ഉള്ളത്? It is acetic acid. Very good, very good. മിടുക്കി ട്ടോ, മിടുക്കി. അപ്പോ നെക്സ്റ്റ് ടൈം നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടാവും, അമ്മ യൂസ് ചെയ്യുന്നുണ്ടാവും വിനേഗർ ഒക്കെ അല്ലെ? അപ്പൊ അമ്മയോട് പറയണം, അമ്മ ഇതിലൊരു ആസിഡ് ഉണ്ട്, ആസിഡിന്റെ പേരെന്താ? അസെറ്റിക് ആസിഡ്. ഓക്കെ, അസെറ്റിക് ആസിഡ്. ഇനി യെസ്, മ്യൂട്ട് ചെയ്തോളൂ ട്ടോ. ഓക്കെ, ഗീതിക എവിടെ? ഗീതിക ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഗീതിക, ഗീതിക, ഓറഞ്ചിലും ലെമണിലും ഒക്കെ ഉള്ള ആസിഡ് ഏതാ? ഓൾറെഡി ആൻസർ പറഞ്ഞോണ്ടാ മിസ് ഗീതികനെ വിളിക്കുന്നത്. പറഞ്ഞു. പിന്നല്ല, ഇറ്റ് ഈസ് സിട്രിക് ആസിഡ്. വെരി ഗുഡ്, ഇറ്റ് ഈസ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. ഓക്കെ, ഇനി ടാമറിൻ. ടാമറിൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പുളി അല്ലേ? പുളി. യെസ്, പുളിയിലുള്ള ആസിഡ് ആണ്. അനവധി എവിടെ? അനവധി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. അനവധിയ, അനവധി എവിടെ? ഹാൻഡ് റൈസ് ചെയ്യൂ. ഒരു ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. റൈസ് ഹാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. റൈസ് ചെയ്യൂ. കിട്ടുന്നില്ല. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അനവധ്യ, അനവധ്യ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, ഞാൻ ഏതോ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് അനവധ്യ എന്നൊക്കെ. സത്യം എന്നാണോ മീനിങ്? ഓക്കെ, സോ പുളിയിലുള്ള ആസിഡിന്റെ പേരെന്താ കൂട്ടാ? വെരി ഗുഡ്, ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതി പോക്കാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം അല്ലേ? യെസ്, ടാർട്ടാറിക് ആസിഡ്. ഇത് എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം എന്താ? ഇത് കഴിഞ്ഞിട്ട് ക്വിസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ക്വിസ്. നമുക്ക് ബോയ്സ് വേഴ്സസ് ഗേൾസ് ക്വിസ് നടത്തിയാലോ? റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, യെസ്. ആൻസ്റ്റിങ്ങിന്റെ ആസിഡ് ആകില്ല, മിസ് പറഞ്ഞുതരാം, സാരമില്ല. ഓക്കെ, ഇനി ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് വെച്ചാൽ തക്കാളി അല്ലേ? തക്കാളിയുള്ള ആസിഡ് ഏതാണ്? It is oxalic acid. എഴുതിക്കോ. The acid present in tomato. Oxalic acid. വെരി ഗുഡ് വേദിക, കറക്റ്റ് ആൻസർ അല്ല. തൻവീർ എവിടെ? തൻവീർ, തൻവീർ ഹാൻഡ് റൈസ് ചെയ്തോ. തൻവീർ എവിടെ? മിസ് പ്ലീസ് മിസ്, ഞാൻ ഒരു തവണയെങ്കിലും ഒരു ആൻസർ പറഞ്ഞോട്ടെ. യെസ്, പറഞ്ഞു തൻവീർ. ഓക്കെ, തൻവീർ, കേർഡിലുള്ള ആസിഡ് ഏതാ? വെരി ഗുഡ്, ലാക്റ്റിക് ആസിഡ്. കറക്റ്റ് ആൻസർ ആട്ടോ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സിദ്ധാർത്ഥ്, ലാക്ടോബാസിലസ് എന്നൊക്കെ അത് നമ്മുടെ അതിനുള്ളിലുള്ള ബാക്ടീരിയയുടെ പേരല്ലേ? ദൈവമേ, കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ ബയോളജിയിലേക്ക് പോയിരിക്കുന്നു ഗൈസ്, നമ്മൾ പോലും അറിയാതെ. ഓക്കെ, ലാക്റ്റിക് ആസിഡ്. ഇനി ആൻസ്റ്റിങ്, ഉറുമ്പ് കടിക്കുമ്പോ അല്ലെങ്കിൽ ഈ തേനീച്ചൊക്കെ വന്ന് നമ്മളെ കുത്തുമ്പോ ഭയങ്കര നീറ്റലായിരിക്കും അല്ലേ? അത് എന്തുകൊണ്ടായിരിക്കും? അവര് നമ്മുടെ ബോഡിയിലേക്ക് അതോടൊപ്പം തന്നെ ഒരു ആസിഡിനെ ഇഞ്ചക്ട് ചെയ്ത് വിടുക. അതിന്റെ പേരെന്താ? അത്രിക. പറഞ്ഞ അത്രിക. യെസ്, വാട്ട് ഈസ് ദാറ്റ് ആസിഡ് നോൺ ആസ്? ഏതാ കൂട്ടാ? ഫോമിക്. എല്ലാവരും ഫോമിക് 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 എന്ന് പറഞ്ഞു. പക്ഷെ മിസ്സിന്റെ സ്ലൈഡിലെ മെത്തനോയിക് ആസിഡ്. അതെന്തായിരിക്കും അങ്ങനെ? മിസ്സിന് തെറ്റിയതായിരിക്കും അല്ലേ? അല്ലേ അദ്രിക? മിസ്സിന് തെറ്റിപ്പോയോ? ഷോ, അദ്രികയ്ക്ക് കൺഫ്യൂഷനായി.
ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കറക്റ്റാ. ഉറുമ്പ് അല്ലെങ്കിൽ തേനീച്ചൊക്കെ കടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ആസിഡിന്റെ പേര് ഫോർമിക് ആസിഡ് എന്ന് തന്നെയാണ്. ഓക്കെ, ഫോർമിക് ആസിഡ്. പക്ഷെ എന്താ പ്രശ്നം അറിയോ? കേൾക്കുന്നില്ലേ സുലേഖ? എന്താ പറ്റി? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ഈ ഫോർമിക് ആസിഡ് എന്നുള്ളത് കോമൺ നെയിമാണ്. ഓക്കെ, കോമൺ നെയിം. ആളുടെ ഒഫീഷ്യൽ പേര് എന്താണെന്നറിയോ? മെത്തനോയിക് ആസിഡ്. ഓക്കെ, മെത്തനോയിക്. അപ്പൊ എന്താണ് ഒഫീഷ്യൽ നെയിമും കോമൺ നെയിം? നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റ് നെയിം ഇല്ലേ വീട്ടില്? ഇല്ലേ? ഇല്ലാന്നോ? പിന്നെ നിങ്ങൾക്ക് ആർക്കും പെറ്റ് നെയിം ഇല്ലേ? എന്റെ പെറ്റ് നെയിം ഞാൻ പറഞ്ഞുതരാം. മിസ്സിന്റെ ഒഫീഷ്യൽ പേര് എന്താണെന്നറിയോ? മിസ്സിന്റെ ഒഫീഷ്യൽ പേര് മഹിമ. പക്ഷെ മിസ്സിന്റെ പെറ്റ് നെയിം എന്താണെന്നറിയോ? മിസ്സിന്റെ വീട്ടില് തക്കു എന്നാ വിളിക്കുക. തക്കു. ഓക്കെ, എല്ലാരും ചിരിക്കുന്നവിടെ. ഓക്കെ, സോ തക്കു എന്നുള്ളത് മിസ്സിന്റെ പെറ്റ് നെയിമും മിസ്സിന്റെ ഒഫീഷ്യൽ പേര് മഹിമ എന്നോ അല്ലെ? അതേപോലെയാണ് ഇവര്. ഈ ഫോമിക് എന്നുള്ളത് ആളുടെ പെറ്റ് നെയിമാണ്. ഓക്കെ, ഒഫീഷ്യൽ നെയിമാണ് മെത്തനോയിക് ആസിഡ്. സോ ഇത് രണ്ട് വേണമെങ്കിൽ വിളിക്കാം. സോ മിസ്സിന്റെ പഴയ സ്റ്റുഡൻസ് ഒക്കെ തക്കു മിസ് എന്നാ വിളിക്കാം. നിങ്ങൾക്കും അങ്ങനെ തന്നെ വിളിക്കാം. ഓ, ഓൾറെഡി വന്നു മാധവ് ഇവിടെ തക്കു മിസ് ഇട്ടു. ഓൾ റൈറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ആണോ? എൽദേനെ വീട്ടിലെ തക്കു എന്നാ വിളിക്കുന്നത്? എനിക്ക് വയ്യ. ഓൾ റൈറ്റ്. സോ മെത്തനോയിക് ആസിഡ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഫോർമിക് ആസിഡ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അനവധീനെ അനു എന്നാ വിളിക്കുന്നത്. ഓക്കെ, എഡോണിനെ അതു എന്നാ വിളിക്കുന്നത്. നൈസ്. All right. Okay. Yes. So എഴുതി എല്ലാവരും. എന്നെ ചില സമയത്ത് തമ്പി എന്നാണ് വിളി. തൻവീർ, വലിയ പേരൊക്കെ ആയല്ലോ, തമ്പി എന്നൊക്കെ. ഓക്കെ, പൊന്നു, ആർദ്ര, നൈസ്. ഗീതു, എല്ലാവരും പെറ്റ് നെയിംസ് വരുന്നുണ്ട്. നൈസ്. പാച്ചു, ഓ ഓക്കെ. All right. So എല്ലാവരും എഴുതിയോ? അച്ഛടാ, സുലേഖനെ വീട്ടിൽ എന്താ വിളിക്കണേന്ന് അറിയോ? സ്വത്ത്. അച്ഛോ, ദാറ്റ്സ് ക്യൂട്ട്. ഓക്കെ. ആ, കണ്ണനും അപ്പും ഒക്കെ ഉണ്ട്. നൈസ്. മോനു, ഉത്തു, ഓൾ റൈറ്റ്. എല്ലാ വീട്ടിൽ എന്നെ അങ്ങനെ വിളിക്കാറേ ഇല്ല മാം. പിന്നെ ആരെ തക്കൂന്ന് വിളിക്കാറ്? ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെറ്റ് നെയിം ഇട്ടുകൊണ്ട് നിങ്ങളുടെ പെറ്റ് നെയിം മാത്രമേ ഞാൻ ഇനി വിളിക്കുള്ളൂ. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഫാത്തിമ സനനെ ഞാൻ അപ്പു എന്ന് വിളിക്കും ഇനി മുതൽ. ഓൾ റൈറ്റ്. മിസ്സസ് സ്ലൈഡ് മാറ്റട്ടെ? ചേഞ്ച് ചെയ്യട്ടെ? ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മളൊരു ക്വിസ് നടത്താൻ പോവാണ്. ഓക്കെ, സോ ഇറ്റ്സ് ആക്ച്വലി എ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ ചെയ്യണം. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതിനു മുന്നേ മിസ് ഈ സ്ലൈഡ് ഒന്നും കൂടെ കാണിച്ചു തരും. വിനേഗറിലുള്ള ആസിഡ് ഏതാ? അസറ്റിക് ആസിഡ്. ഓറഞ്ചിലുള്ളത് സിട്രിക് ആസിഡ്. ടാമറിൻഡ് ടാർട്ടാറിക് ആസിഡ്. ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്. കർഡ് ലാക്റ്റിക് ആസിഡ്. ആൻസ്റ്റിംഗ് ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലെ ഇതൊന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാ അല്ലെ? ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒന്ന് പഠിച്ചേ, എന്നിട്ട് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാം. ഓക്കെ തൻവീർ, മിസ് അങ്ങനെ വിളിക്കൂല കേട്ടോ. മിസ് തൻവി എന്ന് വിളിക്കാം. ഓക്കെ, കഴിഞ്ഞോ? അതിന് ബാക്കിയുള്ളവർ പഠിച്ചോ? മിസ് ആ ഹാൻഡ് റൈസേഴ്സ് ഒന്ന് അഡ്രസ് ചെയ്യാം. സർ, ഫസ്റ്റ് ഹാൻഡ് റൈസ് ആരാ? എൽഡ ആണോ? പറ എൽഡ. ഡൗട്ട് ഉണ്ടോ എൽഡയ്ക്ക്? ഓക്കെ, ലോവർ ഹാൻഡ് ചെയ്യാൻ മറന്നുപോയതാ. ഓക്കെ, സോ ഡൗട്ട് ഇല്ലെങ്കിൽ എല്ലാവരും ഇത് ലോവർ ഹാൻഡ് ചെയ്തേ. ഏതാ കൂട്ടാ? പിന്നെ ആരെ വിളിക്കാം? ഫ്രണ്ട്സ് ആണോ? ഇല്ല, അത് ഞാൻ കുഞ്ഞിലായപ്പോഴേക്കും ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത്. ഓക്കെ, അവിടുന്ന് ഞാൻ ഭയങ്കര തക്കുടായിരുന്നു. ഓ, അപ്പൊ എല്ലാവരും തക്കുടു തക്കുടൂന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷോർട്ട് ആക്കി തക്കൂന്ന് വിളിക്കണം. ഓ, എനിക്ക് വയ്യ. എന്നെ എന്തുകൊണ്ടായിരിക്കും തക്കു ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചു നോക്കാം. വീട്ടിൽ പോയിട്ട് അമ്മേനോട് ചോദിക്കട്ടെ ഞാൻ. റൈറ്റ്. ഓക്കെ, അടുത്ത ഹാൻഡ് റൈസ് പോരട്ടെ. പറഞ്ഞു താൻ. ടീച്ചർ, ഈ ആർട്ട് സെറ്റിംഗില്
ഫോർമിക് ആസിഡ് അല്ലല്ലോ എന്തായിരുന്നു ഈ നൈട്രിക് ആസിഡ് ഇല്ലേ നൈട്രിക് ആസിഡ് ഓർഗാനിക് ആസിഡ് അല്ല, അത് മിനറൽ ആസിഡ്. അവര് നമുക്ക് ഈ ലിവിങ് സോഴ്സസിൽ നിന്ന് കാണാൻ പറ്റില്ല, അത് നമുക്ക് റോക്സിൽ നിന്നും മിനറൽസിൽ നിന്നും നമുക്ക് കിട്ടുക. ആൻഡ് സ്റ്റിങ് എന്ന് വെച്ചാൽ അറിയില്ല, ആൻഡ് ഇങ്ങനെ കടിക്കുന്ന, അത് ആക്ച്വലി ഫോർമിക് ആസിഡ് ആണ് കേട്ടോ. ഫോർമിക് ആസിഡ് ഞാൻ ചെയ്തിട്ടെ ഈ ഒരു മുഖത്തിൽ ഇങ്ങനെ ആസിഡ് ഇങ്ങനെ അടിക്കുമല്ലോ, അപ്പൊ അത് എന്ത് ആസിഡ് ആയിരിക്കും? അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അവർ ഉപയോഗിക്കുക. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് പോലുള്ള ആസിഡ് ഒക്കെ അവർ ഉപയോഗിക്കുക ആസിഡ് അറ്റാക്കിനൊക്കെ. ഇവരൊക്കെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരാ, അത്രയും സ്ട്രോങ് അല്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എല്ലാരും പഠിച്ചു കഴിഞ്ഞില്ലേ? പെട്ടെന്ന് ഒന്ന് ഫില്ല് ചെയ്ത് ആൻസർ മാത്രം എഴുതിയാൽ മതി. 5 questions. ഓക്കെ, മിസ് ബാക്കിയുള്ള ഹാൻഡ് റൈസസ് നോക്കാം. ഓക്കെ, നുതാൻ കഴിഞ്ഞിട്ട് പിന്നെ ആരാ സർ? രഞ്ജൻ. പറ രഞ്ജൻ, എന്താ ഡൗട്ട്? ടൊമാറ്റോയില് സിട്രിക് ആസിഡും മാലിക് ആസിഡും ഒക്കെ ഇല്ലേ? അവരെല്ലാവരും ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റിയിൽ കൂടുതലുള്ളത് ഓക്സാലിക് ആസിഡ്. അതുകൊണ്ട് നമ്മൾ ഓക്സാലിക് ആസിഡ് എന്ന് എഴുതുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല H2SO4 അല്ലേ? അത് എവിടുന്ന് പഠിച്ചു? കറക്റ്റ് ആണ്, H2SO4. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആട്ടോ. യെസ്. ഇനി അടുത്ത ആൾ സർ. മുഹമ്മദ് മിഷാൽ. യെസ് മുഹമ്മദ്, പറ. പറഞ്ഞു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? സ്റ്റക്കായി പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക്, ആണോ? പറ. യെസ് മിഷാൽ. ഓക്കെ എന്ന് മാത്രം മിസ് കേട്ടു. സാരില്ല, പോട്ടെ. ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്താണ്. ഫുൾ സ്റ്റക്കായി ഇരിക്കുക, മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാരും നോട്ട്ബുക്കിൽ എഴുതണോട്ടോ, എന്നിട്ട് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതിയേ. ഗീതിക ഫസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതണേ, എന്നിട്ട് കമന്റ് ബോക്സിൽ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്, എനിക്ക് വയ്യ. ഓക്കെ, സോ നമ്മള് ഗേൾസ് വേഴ്സസ് ബോയ്സ് ആണ്. സോ ഇഫ് യു ആർ ഡൺ, we'll start the quiz. ഇല്ല, ഒരു ഹാൻഡ് റൈസ് കൂടെ ഉണ്ട്. ദേ അവിടെ മിസ് എന്ന് വിളിക്കുന്നു. അയ്യോ, പേര് ഞാൻ മറന്നുപോയി. അരുന്ധതി. അത് തന്നെ, യെസ് അരുന്ധതി. പറ. അയ്യോ, ഇപ്പൊ പറയരുത്. ആൻസർ പറയാനാണോ ഹാൻഡ് റൈസ് ചെയ്തേ? അച്ചടാ, ഞാൻ ഡൗട്ട് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഓൾറെഡി ആര് പറഞ്ഞു തരും? നമുക്ക് അരുന്ധതി പറഞ്ഞു തരും. മിസ് ഓർത്ത് വെക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മിസ് അരുന്ധതിനെ വിളിക്കും. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, എല്ലാവരും കഴിഞ്ഞു അല്ലേ? മിസ് യു ക്യാൻ കോൾ മീ തനു ബിക്കോസ് മൈ ഫ്രണ്ട് കോൾസ് മീ തനു. ഓക്കെ, ഡൺ. സോ ഓൾറെഡി ആൻസേഴ്സും വരുന്നുണ്ട് കമന്റ് ബോക്സിൽ. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം യു വിൽ സ്റ്റാർട്ട്. മിസ് ഇവിടെ അടിയിൽ ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് എഴുതട്ടെ. ബോയ്സ് വേഴ്സസ് ഗേൾസ്. നോക്കട്ടെ ആരാ ജയിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ദ ഗേൾസ്. കാരണം ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ ആർക്കോ പറയാറുണ്ട് അല്ലേ? യെസ്. സോ ഫസ്റ്റ് സർ, നമുക്കൊരു ഗേൾ സാറിന് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചു. നിഹാരയാണോ നീഹാരയാണോ? നീഹാര. ഓക്കെ, സോ നീഹാര, മിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. സോ താര squeezed a lemon. Squeeze ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പീക്കി. Okay, and screamed, my tongue's been hit by a dash bomb. എന്ത് ബോംബായിരിക്കും? സിട്രിക്. കാരണം എന്താ, ലെമൺ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ആസിഡ് ഉണ്ടാവുക? അതില് സിട്രിക് ആസിഡ്. കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. സിട്രിക് ബോംബ്. Okay, so girls, you've scored 1 point. Very good. Okay, very good. ഇനി എല്ലാവരും ലോ ഹാൻഡ് ചെയ്തോ. സാറിന് കൺഫ്യൂഷൻ ആവും. സാർ ഇഷ്ടമുള്ള ഒരാളെ റാൻഡം ആയിട്ട് വിളിക്കും. ഓക്കെ, ആൾറൈറ്റ്. ഇനി the next one sir, നെക്സ്റ്റ് നമുക്കൊരു ബോയിനെ വിളിക്കാം.
അഭിനവ് കൃഷ്ണ സാർ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അഭിനവ് കൃഷ്ണ. So Ravi rubbed his ant bite and said, "Hey, that ant just gave me a shot of dash acid." എടാ കള്ള, എന്റെ ക്ലാസ് ശ്രദ്ധിച്ചില്ല അല്ലേ? എന്ത് ചെയ്യായിരുന്നു അവിടെ? സാരില്ല, മിസ് ഹെൽപ്പ് ചെയ്യാം. ദേ ബോയ്സിന്റെ പോയിന്റ് അഭിനവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ദാ ഈ സ്ലൈഡ് ഒന്നും കൂടെ നോക്കിക്കോ. ഓരോ സാധനത്തിലുള്ള ആസിഡിന്റെ പേര് മിസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ രവിനെ കടിച്ചത് ആരാ? ഒരു ഉറുമ്പ. സോ ഉറുമ്പിലുള്ള ആസിഡ് ഏതാ? മിസ് 3 സെക്കൻഡ്സ് വരും. 3, 2, 1 പോയി പറഞ്ഞു. മെത്തനോയിക് ആസിഡ്. സോ ഇതില് മെത്തനോയിക് ആസിഡ് തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിലുള്ള ആൾക്കാരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മെത്തനോയിക് ആസിഡ് is also known as formic acid. Very good. So it is formic acid. മാർക്ക് കൊടുക്കണോ വേണ്ടയോ? മാർക്ക് വേണോ അഭിനവ്? തന്നു. പക്ഷെ ഗേൾസ് അവിടെ നിന്നിട്ട് മിസ്സേ ദിസ് ഇസ് ചീറ്റിംഗ്, മിസ്സേ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറയണം. അപ്പൊ എന്താ ചെയ്യാ? ഫസ്റ്റ് ക്ലാസ് അല്ലേ നമ്മുടെ, അല്ലേ നമ്മുടെ ബേസിക് ക്ലാസ് അല്ലേ? ഇനി അഭിനവ് ശ്രദ്ധിക്കും അല്ലേ? ഇനി മിസ് പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കില്ലേ? പാവല്ലേ അഭിനവ്? നമുക്കൊരു മാർക്ക് കൊടുത്താലോ? ഗേൾസ്, ലേഡീസ്, നിങ്ങൾ ഒരാള് പോലും സമ്മതിക്കുന്നില്ല മാർക്ക് തരാൻ. പാവല്ലേ? ഒരു തവണയ്ക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കും. ഓക്കെ, അനുഗ്രഹിച്ചിലേക്ക് കൊടുത്തേക്ക് മിസ്. സോ ബോയ്സിന് ഒരു പോയിന്റ് കിട്ടി കേട്ടോ. ഓക്കെ, ഇത് എല്ലാവരുടെയും ചാൻസ് തീർന്നു കേട്ടോ. ഇനി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാവരും പറയണം. ഓക്കെ, ഇതാ മിസ് ഹാൻഡ് റൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അറിയാവുന്നവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യും, ബാക്കി എല്ലാവരും കൂളായിട്ട് ഒളിച്ചവിടെ ഇരിക്കും. ഓക്കെ, അടുത്ത ആള്. ഇനി ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാർ ആരെയും വിളിക്കില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട, ലോ ഹാൻഡ് ചെയ്തോ. ഓക്കെ, ഇനി തേർഡ് വൺ ഓൾറെഡി നമ്മൾ ഫിക്സ്ഡ് ആണ് അല്ലേ അരുന്ധതി? യെസ് അരുന്ധതി. This tomato is acting suspicious, said Tara. It must be hiding dash acid. ഏത് ആസിഡ് ഹൈഡ് ചെയ്തിരിക്കുന്നതിലെ? oxalic acid. Achhala, oxalic acid. Very good. Very good. It is oxalic acid. Okay, oxalic acid. So girls 2, boys 1. All right. Ini the next one, sir, boy. Ahil. So Ahil, Tara. Hey, question വായിക്കണം. അതിന് മുന്നേ ഉത്തരം വന്നു. Yes, Tara poked her curd and said, "Hello, bouncy blob of dash acid." ഏത് ആസിഡാ? Very good. Midukan. It is lactic acid. Curdiനുള്ള acid, lactic acid. അയ്യോ അടുത്തത് ഉത്തരം പറയല്ലേ? ഇതേ അടുത്ത സ്ലൈഡിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡോണ്ട് വെറി, ഇതോടെ തീർന്നിട്ടില്ല. ഓക്കെ, യെസ്. ഇനി വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ. സോ ബോയ്സ് ഗോട്ട് 2. ഓക്കെ, ബോയ്സ് ഗോട്ട് 2. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ. Ravi dipped a chip into tamarind chutney. പുളിയോണ്ട് ഒരു ചട്നി ഒക്കെ ഉണ്ടാക്കി, എന്നിട്ട് അതിലേക്ക് ഒരു ചിപ്സ് അങ്ങോട്ട് ഡിപ്പ് ചെയ്തു. And wow, that's dash terror. Okay, that is dash terror. ഏത് ആസിഡ് ആയിരിക്കും ചട്നിയിലല്ല, ഐ മീൻ ടാമറിൻഡിൽ ഉണ്ടാവുക? പറഞ്ഞു ആരാ സർ? മിയ. നിയ പറഞ്ഞുതരും. പറ നിയ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലിങ്ങനെ ചേട്ടാ ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ടാമറിൻഡ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അറിയാതെ ആൻസർ എന്റെ വായിന്ന് വന്നുപോയി. എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ. ഓക്കെ, ഇത് മിയ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ടാറിക് ആസിഡ്. ഗെയിം ചീറ്റി പോയല്ലോ ഗൈസ്. നമ്മളിനി എന്ത് ചെയ്യും? പറയൂ. ഗേൾസിന് 3 പോയിന്റ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ബോയ്സിന് വേണ്ടി തരാം. സർ ഒരു ബോയിനെ എടുക്കൂ, ഇഷ്ടമുള്ള ബോയിനെ സെലക്ട് ചെയ്തോളൂ. തൻവീർ. തൻവീർ നമ്മൾ ഓൾറെഡി വിളിച്ചു. വിളിക്കാത്ത ഒരാള്?
എബിൻ, ഞാൻ എന്ത് ചെയ്യും? എബിനോട് ചോദിക്കാൻ എനിക്ക് ചോദ്യങ്ങളില്ലാതെ പോയി. ഷെടാ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലെയാണ് ഗൈസ്. എബിനോട് ചോദ്യമുണ്ട്. എബിൻ, which acid is known as mineral acid? Inorganic acid. ഏതാ? Inorganic acid. Very good. Inorganic acid. Okay, inorganic acid. Good job. ഞാൻ നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ. ആൻസർ ഇതുപോലെ ഞാൻ അവരെ തന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ ആൻസർ പറയുന്നു സർ. അതങ്ങനെയാണല്ലോ. അല്ലേ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ? നമ്മൾ ഒരാളെ ക്രിയേറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, എല്ലാവരും ഒരു ഫ്രഷ് പേജ് ഓഫ് നോട്ട്ബുക്ക് എടുത്തേ. ഫ്രഷ് പേജ്. സോ കെമിസ്ട്രിയുടെ കൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും വളരണം. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ വേണ്ടത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തു അല്ലേ, കുറെ ആസിഡ് ഏതാന്നൊക്കെ പഠിച്ചു. സോ നമ്മുടെ മൈൻഡ് ഒന്ന് കുറച്ച് റിലാക്സ് ചെയ്യണ്ടേ? യെസ്. സോ നമ്മൾ നമ്മുടെ ലൈക് ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു റിലാക്സ് അവർ മൈൻഡ്. നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ? വി ആർ ഗോയിങ് ടു ഡിസൈൻ എ സൂപ്പർ ഹീറോ. സോ ഞാനൊന്ന് യൂസ് ചെയ്യട്ടെ. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസൈൻ എ സൂപ്പർ ഹീറോ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സൂപ്പർ ഹീറോനെ വരയ്ക്കാൻ പോവാം. പക്ഷേ നിങ്ങളുടെ സൂപ്പർ ഹീറോ ഷുഡ് ബി റിലേറ്റഡ് ടു കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ആ സൂപ്പർ ഹീറോയ്ക്ക് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു നെയിം കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ നെയിം കൊടുക്കും. എന്നിട്ട് അതിന് എന്ത് പവർ ആണുള്ളത്, ഓക്കെ, ഏത് ആസിഡ് ലൈക് അത് ആസിഡ് ആയിരിക്കും, ആ ആസിഡിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പവർ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സൂപ്പർ ഹീറോ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് ഏത് ഫുഡിനെയാണ്, അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ആരെയാണ്, അതും നിങ്ങൾ പറയണം. ഓരോരുത്തരെ വിളിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സൂപ്പർ ഹീറോനെ ഡ്രോ ചെയ്യണം. മിസ്സിന്റെ സൂപ്പർ ഹീറോനെ കാണിച്ചു തരട്ടെ. ഇതാണ് മിസ്സിന്റെ സൂപ്പർ ഹീറോ. ഓക്കെ, മിസ്സിന്റെ സൂപ്പർ ഹീറോയുടെ പേരാണ് ക്യാപ്റ്റൻ സിട്രിക്. ഓക്കെ, ശക്തിമാനോ? ഇത് ശക്തിമാനൊന്നുമല്ല, ക്യാപ്റ്റൻ സിട്രിക്. ഓക്കെ, ആൻഡ് ഈ ക്യാപ്റ്റൻ സിട്രിക്കിന്റെ സൂപ്പർ പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ സിട്രിക്കിന് ഒരു അടിപൊളി സ്വോർഡ് ഉണ്ട്. ഓക്കെ, ഒരു വാള്. ഇത് വെച്ചിട്ട് ഒരു തവണ വെട്ടിക്കഴിഞ്ഞാൽ അത് 100 പീസാവും. ഓക്കെ, ഒരു തവണ വെട്ടിയാൽ മതി, ഒരു തവണ ഇങ്ങനെ വീശിയാൽ മതി, സാധനം 100 പീസാവും. ഓൾറൈറ്റ്, ആൻഡ് എന്റെ സൂപ്പർ ഹീറോ ഈ വേൾഡിലുള്ള എല്ലാ ലെമൺസിനെയും പ്രൊട്ടക്ട് ചെയ്യും. ഫ്രം ഹൂം? ഫ്രം അതർ ബേർഡ്സ് ആൻഡ് ബാക്കി ചെറിയ ചെറിയ പ്രാണികൾ. ഓക്കെ, എന്റെ ലെമണിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെ നമ്മുടെ ലെമണിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും? ക്യാപ്റ്റൻ സിട്രിക് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സൂപ്പർ ഹീറോ ഒന്ന് വരച്ച് ചെയ്തിട്ട് അതിനൊരു നെയിമും കൊടുത്തു നോക്കട്ടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റിയൽ നെയിം ക്യാപ്റ്റൻ അമേരിക്ക എന്നല്ലേ? അല്ല അനുഗ്രഹ, ഇത് ക്യാപ്റ്റൻ സിട്രിക്, അത് ക്യാപ്റ്റൻ അമേരിക്ക വേറെ. ഓക്കെ, അരുന്ധതിക്ക് അങ്ങോട്ട് ആവേശം കയറി. അരുന്ധതിയുടെ ഫീൽഡ് ആണല്ലോ ഇത്. അല്ലെ, നോക്കട്ടെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നെയിം കൊടുക്കണം കേട്ടോ. സോ ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു അവർ കെമിസ്ട്രി. കണ്ടോ, ഇതുപോലെ വേണം നെയിം ചെയ്യാൻ. ക്യാപ്റ്റൻ സിട്രിക്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആസിഡ് എടുക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് നെയിം ചെയ്യാം. മിസ് എനിക്ക് വരയ്ക്കാൻ അറിയില്ല, മിസ്സിന് അറിയില്ല, അതല്ലേ മിസ് പിക്ചർ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ടോട്ടലി ഫൈൻ. നിങ്ങൾ ഫണ്ണി ആയിട്ട് വരയ്ക്കണം, അപ്പോഴല്ലേ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. മേക്ക് ഇറ്റ് ഫണ്ണി, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇത് ഞാൻ വരച്ച എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഇപ്പോഴത്തെ സൈഡില് പാരലലി ഞാനും വരയ്ക്കാം. ഓക്കെ, ക്യാപ്റ്റൻ സിട്രിക്കിനെ ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വരയ്ക്കാൻ അറിയില്ല. എളുപ്പല്ല, പണിയുണ്ട്.
ഓക്കെ. ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചു. കഴിഞ്ഞ എല്ലാവരുടെയും ഇല്ല. All right. ആ ഏവൻ കോപ്പി അടിച്ച് ക്യാപ്റ്റൻ ഫോർമിക്. ഇല്ല, ക്യാപ്റ്റനെ നിങ്ങൾക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. വേറെ പേരിടണം. ക്യാപ്റ്റൻ ഞാൻ ഓൾറെഡി എഴുതി. എന്നാ പിന്നെ എളുപ്പല്ലേ, ക്യാപ്റ്റൻ ടാറ്റാറിക്, ക്യാപ്റ്റൻ ഓക്സാലിക് എന്നിട്ടാ പോരെ. ശരാ ഉത്തരം മിസ്റ്റർ ഓക്സാലിക് എന്നൊക്കെ. ഇൻട്രസ്റ്റിംഗ്. എഡോണ്ട കഴിഞ്ഞ ഓൾറെഡി. ഓക്കെ, വെരി ഗുഡ്. മിസ് വിളിക്കാം. എല്ലാവരും എഴുതുന്നില്ലേ? ഞാൻ അവിടെ വന്ന് നോക്കണോ? അല്ല, എഴുതല്ല, ഐ മീൻ വരയ്ക്കുന്നില്ലേ? എല്ലാരും ഇത് വല്ലാത്തൊരു ടാസ്ക് ആയി പോയല്ലോ എന്നൊക്കെ. ഇത് ചിലവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നറിയോ? ഷോ, ഇത് ഞാൻ എങ്ങനെ മിസ്സിനെ കാണിക്കും. ആദിഷ്, നൈസ് നെയിം. ഡോക്ടർ ടാരിക് എന്നൊക്കെ. നൈസ്. ഡോക്ടർ സ്ട്രേഞ്ച് പോലെ ഡോക്ടർ ടാരിക്. നൈസ്. ലാക്റ്റിക് മാൻ. പാല് കൊണ്ട് നടക്കുവോ? തൈര് കൊണ്ട് നടക്കും അല്ലേ? നൈസ്. മുഹമ്മദ് അടിപൊളി. എസറ്റിക് ഹീറോ എന്നൊക്കെ. എസറ്റിക് ടോർച്ച്. നൈസ്. ഓക്കെ, കഴിഞ്ഞ എല്ലാവരുടെയും മിസ് വിളിക്കട്ടെ ഓരോരുത്തരെ. ഓക്കെ സർ, നമ്മുടെ സെക്കൻഡ് ക്ലാസ് റൂമില് 1 2 3 4 5 ഫിഫ്ത് റോയിലെ സെക്കൻഡ് വൺ. അതാരാ? അവന്തിക. നമ്മൾ ആദ്യം അവന്തികനെ പിൻ ചെയ്ത് വെക്കും. കറക്റ്റ് എന്നെ തന്നെ വിളിച്ചല്ലോ. അവന്തികയുടെ സൂപ്പർ ഹീറോനെ ആദ്യം ഫസ്റ്റ് ആ ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ചെന്നേ മിസ്സിന്. അച്ഛടാ, ചോട്ടാ ഭീമിനെ പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, യെസ് അവന്തിക. ഇനി ആളുടെ പേരൊന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തു. എന്താ ആളുടെ പേര്? മാർവൽ ഓക്സാലിക്. ഓക്കെ, ഇനി എന്താണ് സൂപ്പർ പവർ? ഓക്സാലിക് എന്ന് പറയുമ്പോ തക്കാളി റിലേറ്റഡ് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ കാണണം. എന്തായിരിക്കും? അല്ലെങ്കിൽ തക്കാളി റിലേറ്റഡ് ആണോ? എന്തായിരിക്കും അവരുടെ പവർ എന്ന് പറഞ്ഞാൽ മതി. പവർ എന്ന് പറയുന്നത് ഒരു തക്കാളിനെ ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ? അങ്ങനെയാണോ? മിസ് പറയണ പോലെ. ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ആരും നമുക്ക് വിളിക്കാം. സാറിന് ഇഷ്ടമുള്ള ഒരാൾ വിളിച്ചു. മ്യൂട്ട് ചെയ്തോ കേട്ടോ. അവന്തിക. ജുംന. യെസ്, ജുംന. നോക്കട്ടെ, ജുംനന്റെ സൂപ്പർ ഹീറോനെ ഒന്ന് ക്യാമറയിലേക്ക് കാണിച്ചേ. മിസ് ഞാൻ വരച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ മറന്നു. എങ്ങനെയാണോ? എന്തെറ്റി? ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ചേ. മിസ്സിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ജുംനയ്ക്ക്. ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ചു തരാമോ? എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ കൂട്ടെ, എന്താ പ്രശ്നം എന്ന്. ഓക്കെ സർ, നമുക്ക് അഡോണിനെ വിളിക്കാം. യെസ് അർജുന, യു മേ. അഡോൺ,
ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കാമോ? നമുക്ക് സെർച്ച് ചെയ്യാം. ADORN. യെസ്, അഡോൺ. യെസ്, അഡോൺ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. പടം വരയ്ക്കാൻ അറിയില്ലെങ്കിലും വരച്ചാളെ നോക്കട്ടെ ഞാൻ. എനിക്ക് വയ്യ. ഒരു പ്രേതം ലുക്കൊക്കെ ഉണ്ട്. നൈസ് നൈസ്. എന്താണ് അവളുടെ പേര്? എന്താന്ന് ഒന്നും കൂടെ പറഞ്ഞേ. എനിക്ക് വയ്യ. ഷാഡോ ദി ഓക്സാലിക് സ്പിരിറ്റ്. കറക്റ്റ്. അപ്പൊ വരച്ചത് കറക്റ്റാ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ പ്രേതം പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, എന്താണ് സൂപ്പർ പവർ? എന്തിന്റെങ്കിലും ഉള്ളിൽ കൂടെ കേറി പോകാൻ വേണ്ടി പറ്റും. ഓ, എന്തിന്റെയൊക്കെയോ എല്ലാരുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാൻ പറ്റുമെന്നല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്സാലിക് ആസിഡ് ഉള്ളത് ഏതിലാ? എവിടുന്ന നമുക്ക് ഓക്സാലിക് ആസിഡ് കിട്ടാട്ടോ? ഓർമ്മയുണ്ടോ? ടൊമാറ്റോ. വെരി ഗുഡ്, ടൊമാറ്റോ. സോ എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? യെസ്, മിടുക്കന്മാരും മിടുക്കികളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ഓർഗാനിക് ആസിഡിനെ പറ്റി പഠിച്ചു. ഓക്കെ, ഇനി ഇൻഓർഗാനിക് ആസിഡിനെ പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണ്ട. നമുക്ക് ഇൻഓർഗാനിക് ആസിഡിന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, മിനറൽ ഓക്സാലിക് ബിറ്റ്വിന്റെ. ഓ നൈസ് നൈസ്. ഓക്കെ ഓക്കെ. എന്റെ പൊന്നെ, വേദികയുടെ സൂപ്പർ ഹീറോയുടെ പേര് എന്താണെന്നറിയോ? കിം സാലിസിലിക് വാട്സൺ. എനിക്ക് വയ്യ. യെസ്, ലോയൽ ഫോമിക്. എന്റെ പൊന്നെ അരുന്ധതി, എനിക്ക് വയ്യ. ഇറ്റ്സ് സോ ക്യൂട്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ, നല്ല രസമുണ്ട്. ലോയൽ ഫോമിക് ആസിഡ്. ദാറ്റ്സ് ക്യൂട്ട്, ദാറ്റ്സ് ക്യൂട്ട്. യെസ്, ഓക്കെ. സോ ഇൻഓർഗാനിക് ആസിഡ് മിസ് കുറച്ച് എക്സാമ്പിൾസ് തരാം, അതൊന്ന് സൈഡിൽ എഴുതി വെച്ചു. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ ഇൻഓർഗാനിക് ആസിഡ്. ഫസ്റ്റ് വൺ, സൾഫ്യൂരിക് ആസിഡ്. എഴുതിക്കോ, മിസ്സിന്റെ ഒപ്പം എഴുതിപ്പോക്കോ. സൾഫ്യൂരിക് ആസിഡ്. Sulfuric acid. Okay? ഇനി നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ്. ഇനി ഒരാളെ കൂടെ പഠിക്കാം. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആസിഡ്സ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. Hydrochloric acid. Hydrochloric acid. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഓക്കെ. സോ നമ്മൾ ആസിഡിനെ പറ്റി ഇത്രയും നേരം കണ്ടല്ലേ? മിസ് പറഞ്ഞു നമ്മൾ ബേസിനെ കൂടെ പറ്റി പഠിക്കുന്നു അല്ലേ? ഓക്കെ. സോ ആസിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയാന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇതാരാള്? ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരെന്താ? ഇതെന്താ സാധനം? സർ, ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താ പറയോ നോക്കട്ടെ. ആരാധ്യ. പറ ആരാധ്യ. ഇതാരാ? ഇതെന്താ സംഭവം? ആ ആരാധ്യ, ഇതെന്താ? മിസ്സിന്റെ ബാക്കിൽ ഇരിക്കുന്ന ഈ ഫോട്ടോയിൽ എന്താ ഉള്ളേ? ബിറ്റർ ഗാർഡ്. യെസ്. സോ ബിറ്റർ ഗാർഡിന്റെ മലയാളം എന്താ ആരാധ്യ? ഇറ്റ്സ് കൈപ്പയ്ക്ക അല്ലേ? എന്തുകൊണ്ടായിരിക്കും ബിറ്റർ ഗാർഡിന് പേര് വന്നേ? ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ? ഭയങ്കര വെരി ഗുഡ്. ഭയങ്കര കയ്പുള്ളതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബിറ്റർ ഗോഡ് അല്ലെങ്കിൽ കൈപ്പയ്ക്ക എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സോ നമ്മുടെ കെമിസ്ട്രിയില് അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ കോമ്പൗണ്ട്സില് കയ്പുള്ള സബ്സ്റ്റൻസിന് നമ്മൾ ബേസസ് എന്നാ പറയാ. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആട്ടോ. യെസ്. ആരാധ്യല്ലേ നമ്മൾ വിളിച്ചേ? ആരാധ്യയുടെ ബ്രദറിന്റെ പേരെന്താ? അദ്വിക്. അദ്വിക് കൈപ്പയ്ക്ക കഴിച്ചിട്ടുണ്ടോ? അദ്വിക്, കൈപ്പയ്ക്ക ഇഷ്ടാണോ? എന്തൊരു ചോദ്യം മിസ്, അത് ഭയങ്കര കയ്പാ. ഞാൻ എങ്ങനെയൊക്കെയോ കഴിക്കുന്നു. ഓൾ റൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സോ
അടുത്ത ആളാണ് ബേസസ്. ബേസസ് എന്ന് വെച്ചാൽ എന്താ? ബേസസ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ്. ഭയങ്കര കയ്പാണ്. ഓക്കെ, ഭയങ്കര കയ്പാണെങ്കിൽ അത് ബേസസ് ആണ്. ആൻഡ് അത് മാത്രല്ല, അവരെ തൊടുമ്പോണ്ടല്ലോ സോപ്പ് തൊടുന്ന പോലെ ആയിരിക്കും. വെരി സോപ്പി, നല്ല വഴുവഴുവഴുവഴുന്നിരിക്കും. ഓക്കെ, ബേസസ് ഒക്കെ. ആൻഡ് ദേ ആർ സോപ്പി ടു ടച്ച്. എഴുതിക്കോ. സോ ബേസസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കയ്പുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, വെരി ബിറ്റർ ഇൻ ടേസ്റ്റ് ആൻഡ് ദേ ആർ സോപ്പി ടു ടച്ച്. മിസ്സേ മുന്നത്തെ സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കോ? കാണിക്കും. ഫസ്റ്റ് ഇത് എഴുതിയെടുത്തോ കേട്ടോ, അതിന് മിസ് കാണിച്ചു തരാം. ഇത് എഴുതി കഴിഞ്ഞ എല്ലാവരും you can put down your pen and you can relax in it. മിസ്സേ ആൽക്കൈന്റെ ടേസ്റ്റ് ഒന്ന് പറയാൻ. ആരും അൺമ്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, യെസ്, എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഇനി ആ പെന്നൊക്കെ വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത്, നിങ്ങൾക്ക് എണീക്കണമെങ്കിൽ ഒന്ന് എണീറ്റിട്ടൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത്. ആൻഡ് യു ഷുഡ് ഓൾവേസ് കീപ് എ വാട്ടർ ബോട്ടിൽ നിയർ യു. അടുത്ത് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാവണം കേട്ടോ. വെള്ളം കുടിക്കേണ്ടവർക്കൊക്കെ വെള്ളം കുടിക്കാം. രഞ്ജിത്ത് ആ വഴി പോവോ? അല്ല സോറി, രഞ്ജിത്ത് അല്ലല്ലേ, രഞ്ജൻ. എന്തായിരുന്നു പേര്? രഞ്ജൻ. രഞ്ജൻ ആ വഴി പോയി. ഇനി ഒന്ന് വെള്ളം കുടിക്കാനോ തിരിച്ചു വരികയല്ലേ? ഓൾറൈറ്റ്. മൈ പ്ലേസ് ഈസ് കോൾഡ് പാവയ്ക്ക. ആണോ? അങ്ങനെ സ്ഥലം ഉണ്ടോ സർ? നൈസ്. വേദിക ചോദിക്കുന്നുണ്ട് മാം BTS ആർമി ആണോ? നല്ല കൂട്ടാ. അങ്ങനെയല്ല, എന്നാലും മിസ് BTSന്റെ സോങ്സ് ഒക്കെ കേൾക്കാറുണ്ട്, ബട്ട് ആർമി അല്ല. ഷുവർ നിഹാര, ഷുവർ. ബ്ലാക്ക് പിങ്ക്? നോ. ഞാൻ കുറെ കൂടുതലും മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ട്. ഓക്കെ, യെസ്. Teacher, are you married? Yes, I am. Okay, all right. Okay. അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് അല്ലേ? എഴുതി കഴിഞ്ഞോ? വെരി ഗുഡ്. കുറെ പേര് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് we are going to see some examples of bases. നമ്മൾ ഡെയിലി കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിലൊക്കെ ബേസസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നമ്മൾ ബേക്കിംഗ് സോഡ. ഓക്കെ, കിച്ചണിലൊക്കെ ചിലവരുടെ ഉണ്ടാവും. അപ്പൊ എക്സാമ്പിൾസ് ഫോർ ബേസസ്. ഓക്കെ, എക്സാമ്പിൾസ് എഴുതിട്ട് എഴുതിക്കോ. ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡ. പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ്. ഓക്കെ, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഇല്ലേ, അത് ശരിക്കും ബേസ് ആണ്. ഓക്കെ, ടൂത്ത്പേസ്റ്റ്. പിന്നെന്താ? വാഷിംഗ് പൗഡർ അല്ലേ, നമ്മുടെ ഡിറ്റർജന്റ്. ബ്ലീച്ചിങ് പൗഡർ. അതേപോലെ തന്നെ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ്. ഇതൊക്കെ ബേസ് ആണ് കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് എടുക്കും. ബേസിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഡെഫിനിഷൻ ആൻഡ് ഓൾസോ സം എക്സാമ്പിൾസ്. കഴിയാനായി. ക്ലാസ് ഇസ് ഓൾമോസ്റ്റ് ഓവർ. ഓക്കെ, മെഡിസിൻസ്. ഓക്കെ, ആ മെഡിസിൻ എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാ മെഡിസിൻസും നമ്മൾക്ക് ബേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മെഡിസിന്റെ കാര്യം മിസ് പറഞ്ഞുതരാം. അത് മിസ് അതാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി കെമിസ്ട്രി അല്ലേ. കെമിസ്ട്രി ആകുമ്പോൾ നമ്മൾ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ചെയ്യണോ? വേണ്ടയോ? ഓഫ്കോഴ്സ്. ഇനി നമുക്ക് കുറച്ച് ലാബിലൊക്കെ പോയിട്ട് കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ മിസ് പറഞ്ഞു, പണ്ടത്തെ കാലത്ത് സയന്റിസ്റ്റ് ഒക്കെ എന്താ ചെയ്തത്? കോമ്പൗണ്ട്സിനെ ആസിഡും ബേസും ആയിട്ട് എങ്ങനെയാ തിരിച്ചത്? ടേസ്റ്റ് ചെയ്തിട്ട് അല്ലെ? ഒരാള് ഇപ്പൊ ഒരാൾ ടേസ്റ്റ്, ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കണേന്ന് വിചാരിക്കും. എനിക്കൊരു ഗ്ലാസ് സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുവന്ന് തന്നാൽ മിസ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ ടേസ്റ്റ് എന്താന്ന് പറയാൻ വേണ്ടിട്ട് മിസ് ബാക്കി ഉണ്ടാവില്ല അല്ലെ, പൊള്ളി പോവും ഫുൾ. ഓക്കെ, സോ എപ്പോഴും ടേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കറക്റ്റ് മെത്തേഡ് അല്ല.
ഓക്കെ, ഒരു കോമ്പൗണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയേണ്ടത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വേർതിരിക്കാൻ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ്. നമ്മുടെ വണ്ടിക്കൊക്കെ ഇൻഡിക്കേറ്റർ ഇല്ലേ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും, റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും അല്ലെ? നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നമുക്ക് ബാക്കിലുള്ള വണ്ടികൾക്ക് മനസ്സിലാവും ആ ഫ്രണ്ടിലുള്ള വണ്ടി ലെഫ്റ്റിലേക്കാണ് പോകുന്നത് അല്ലെ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് റൈറ്റിലേക്കാ പോവുക. അപ്പൊ വഴി ഇങ്ങനെ കാണിച്ചു തരുവാണ്, ഞാൻ ഇങ്ങോട്ടാ പോകുന്നത്, ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഓക്കെ, സോ കെമിസ്ട്രിയിലെ ഇൻഡിക്കേറ്റേഴ്സ് എന്താ ചെയ്യാന്നറിയോ? കെമിസ്ട്രിയിലെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരും നമ്മുടെ കയ്യിലുള്ള ആള് ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, എഴുതിക്കോ ഇൻഡിക്കേറ്റേഴ്സ്. ഹെഡിങ് കൊടുത്തോ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ്. Substances used to distinguish between acids and bases. ആസിഡും ബേസും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് എഴുതിക്കോ. അത് തന്നെ ലിറ്റ്മസ് പേപ്പർ, എക്സാക്ട്ലി. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി മാത്രമേ നമ്മളിപ്പോ കാണുള്ളൂ. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്ന ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ്. ഓക്കെ, ലിറ്റ്മസ്. സോ ആദ്യം ഫസ്റ്റ് നിങ്ങൾ ഡെഫിനിഷൻ എഴുതിയെടുക്കും. നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ലിറ്റ്മസ്. കഴിഞ്ഞല്ലേ? ഓക്കെ, സോ ലിറ്റ്മസ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ. നാച്ചുറലി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ നേച്ചറിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ലിറ്റ്മസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ലൈക്കൻസ് എന്ന് പറയുന്ന ചെറിയ പ്ലാന്റ്സ്, കണ്ടോ ഇതാണ് ലൈക്കൻസ്. ഓക്കെ, ഇത് ചെറിയൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ നിന്നുമാണ് നമ്മൾ അവരെ എക്സ്ട്രാക്ട് ചെയ്യുക. നമ്മളിങ്ങനെ പിഴിഞ്ഞങ്ങോട്ട് എടുക്കും. ഓക്കെ, യെസ്. So litmus is a naturally occurring indicator and it is obtained from lichens. എല്ലാ മിസ് സ്ലൈഡ് ലാസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. It is obtained from lichens. And നമ്മുടെ കെമിസ്ട്രി ലാബില് ഈ ലിറ്റ്മസ് എപ്പോഴും കോമൺ ആയിട്ടും പേപ്പറിന്റെ രൂപത്തിലാണ് കിട്ടുക. ഓക്കെ, 2 കളർ പേപ്പർ ഉണ്ട്. റെഡ് ലിറ്റ്മസ് പേപ്പർ ആയിട്ടും കിട്ടും, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആയിട്ട് കിട്ടും. ആൻഡ് ഈ പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആസിഡിനെയും ബേസിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. മിസ് പറഞ്ഞുതരാം എങ്ങനെയാണ്. മിസ് ഹിബിസ്കസ് കൊണ്ട്, യെസ് ഹിബിസ്കസ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പേപ്പേഴ്സ് ഉണ്ടാക്കാം. ഹിബിസ്കസും ഒരു ഇൻഡിക്കേറ്റർ ആട്ടോ. ഇത് എഴുതണോ? യെസ്, ഈ 2 പോയിന്റ് ഒന്ന് പെട്ടെന്ന് എഴുതി. ആദിഷ് ഫിനോയിൽ എന്ന് പറയുന്നുണ്ട്. ഫിനോഫ്തലിൻ എന്നാണ് ഉദ്ദേശിച്ചത്. ആദിഷ്, ഓക്കെ, ഓൾറൈറ്റ്, കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതാ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാ. ഓക്കെ, എല്ലാവരും പെന്നോട് വെച്ചോ. യെസ്, സോ മിസ്സിന്റെ കയ്യില് ഇവിടെ ദേ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഓക്കെ, ഈ ടെസ്റ്റ് ട്യൂബിൽ മിസ് ആരെ എടുത്തിരിക്കുന്നേ? മിസ് കുറച്ച് ആസിഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആസിഡ്. ഇനി ആസിഡും ഈ ലിറ്റ്മസ് പേപ്പറും വെച്ചിട്ട് മിസ് പറയാൻ പോവാ എങ്ങനെയാണ് ഒരാളെ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ, മിസ് ചോദിക്കും എന്താണ് നടന്നതെന്ന്. ഓക്കെ, സോ നമുക്കൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടായി. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ആദ്യം റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്തു. ഒരു കളർ ചേഞ്ച് ഉണ്ടായില്ല. പിന്നെ ഇതാ മിസ് ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തപ്പോ ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറി? റെഡ് ആയിട്ട് മാറി അല്ലേ? റെഡ് ആയിട്ട് മാറി. ഓക്കെ, മിസ് ഈ എക്സ്പെരിമെന്റ് ഒന്നും കൂടെ കാണിച്ചു തരട്ടെ. മിസ്സിന്റെ കുറച്ച് ആസിഡ് ഉണ്ടായിരുന്നു. ആസിഡിലേക്ക് റെഡ് ലിറ്റ്മസ് മുക്കിയപ്പോ ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, ഇനി ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്തപ്പോ ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറി? റെഡ് ആയിട്ട് മാറി.
ഓക്കെ, സോ ഒരു ആസിഡ് ആണെങ്കിൽ ആസിഡ് എപ്പോഴും ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? റെഡ് ആക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ആസിഡ് എന്ന് വെച്ചാൽ എന്താ? ആസിഡ് റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. ഓക്കെ, ബ്ലൂ ടു റെഡ് ആണ് ആസിഡ്. ആസിഡ് ബ്ലൂ ടു റെഡ്. ഇനി ഇത് ഓർക്കാൻ മിസ് ഒരു ക്ലൂ തരട്ടെ. നിങ്ങൾ ബാർ എന്ന് ആലോചിച്ചാൽ മതി. BAR. ഓക്കെ, BAR. ഈ A എന്തിനാണെന്നറിയോ? A is for acid. ഓക്കെ, A is for acid. Acid blue to red. ഇത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, ബേസ് നേരെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബേസ്. അപ്പൊ ഒരാളെ പഠിച്ചാൽ മറ്റാളെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് പതിയെ പതിയെ പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കണ്ട. ഓക്കെ, യെസ്. സോ ബാർ എന്ന് എഴുതുക. ആൻഡ് ആസിഡ് ബ്ലൂ ടു റെഡ്. ക്ലൂ ഒന്നും വേണ്ട മിസ്, ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്, യെസ്. നമ്മൾ കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചല്ലേ. ഇനി മിസ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒക്കെ കൂടെ അവീലാവും അല്ലേ? മിസ് പറഞ്ഞ കറക്റ്റ് അല്ലേ? സോ മിസ് പെട്ടെന്ന് ക്വിക്ക് ആയിട്ടൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന്. ഫസ്റ്റ് നമ്മൾ ആസിഡിനെ പറ്റി പഠിച്ചു. ആസിഡിന്റെ ടേസ്റ്റ് എന്താ? പുളി അല്ലേ? ഭയങ്കര സവർ ആണ്. ഓക്കെ, ആൻഡ് വി സ്റ്റഡീഡ് അബൌട്ട് 2 types of acid. ഓർഗാനിക് ആസിഡും ഇൻഓർഗാനിക് ആസിഡും. ഓക്കെ, പിന്നെ ബേസിനെ പറ്റി പഠിച്ചു. ബേസിന്റെ ടേസ്റ്റ് എന്താ? ബിറ്റർ ആണ്. ഓക്കെ, ബിറ്റർ ആണ്. ആൻഡ് നമുക്ക് എപ്പോഴും ഒരാളെ ആസിഡ് ആയിട്ടും ബേസ്ഡ് ആയിട്ടും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം പോയിസണസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും അല്ലേ? സോ അതിന് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ലിറ്റ്മസ്. സോ ഒരു ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ ഒരു കോമ്പൗണ്ടിന്റെ ആസിഡ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കുക? നമ്മൾ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ ലിറ്റ്മസിന്റെ കളർ മാറി റെഡ് ആവുന്നുണ്ട് എങ്കിൽ അത് ആസിഡ് ആണ്. ഓക്കെ, സോ ആസിഡ് എപ്പോഴും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കും. ഓക്കെ, ക്ലിയർ ആയ സുലേഖ? ഒന്നുമില്ല, ആസിഡ് ആണെങ്കിൽ ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അനുഗ്രഹം പറഞ്ഞു മിസ്സേ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഇൻഓർഗാനിക് ആസിഡിന്റെ അതർ നെയിം മിനറൽ ആസിഡ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഓൾറൈറ്റ്. എഴുതിയില്ല എല്ലാവരും? സുലേഖ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മിസ്. ഓക്കെ, ആ കളർ ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് പറഞ്ഞത്? മിസ് ഈ ഒരു കോഡ് ഓർത്ത് വെക്കാൻ പറഞ്ഞത്, ബാർ. ഓക്കെ, ആസിഡ് ബ്ലൂ ടു റെഡ്. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. ഇനി സീരിയസ് ആയിട്ട് ഒന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇങ്ങനെ ഒരാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ടീച്ചർ പാട്ട് പാടുമോ? അടുത്ത ക്ലാസ്സിൽ മിസ് എന്തായാലും പാടും. ഇല്ല. ഓക്കെ, ഇന്ന് നിങ്ങൾ വലുതായിട്ട് കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ പോവാ. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് ആൾക്കാർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ഓക്കെ, ഇതിന് നമ്മൾ എന്താ പറയുന്നറിയോ? ഇതിന് നമ്മൾ പീരിയോഡിക് ടേബിൾ. കെമിസ്ട്രി ലാബിൽ ഉണ്ടെന്ന്. വെരി ഗുഡ്. പീരിയോഡിക് ടേബിൾ എന്നാ പറയാ. ഓക്കെ, നിങ്ങൾ മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് എല്ലാവരും. ഓർമ്മിപ്പിക്കല്ല മിസ്സേ, എങ്ങനെയൊക്കെയോ ഞങ്ങൾ പഠിച്ചതാ. നിങ്ങൾ 1 മുതൽ 10 വരെ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? യെസ്. സോ നമ്മുടെ പീരിയോഡിക് ടേബിളില് കുറെ ചെറിയ ചെറിയ ബോക്സ് ഉണ്ട്. ഈ ചെറിയ ചെറിയ ബോക്സിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോക്സുകൾ നമ്മൾ എന്താ പറയാന്നറിയോ? എലമെന്റ്സ് എന്നാ പറയാ. എന്താ പറയാ? എലമെന്റ്സ്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയോ പീരിയോഡിക് ടേബിളില്? 118 എലമെന്റ്സ്. ഓക്കെ, 118 എലമെന്റ്സ്. നിങ്ങൾ 1 to 10 ബൈ ഹാർട്ട് പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് 118 എലമെന്റ്സിന് ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മിസ്സിനോട് എന്ത് പറയും? മിസ്സിന് ആ പണിയൊന്നുമില്ല മിസ്സിന്. 118 എലമെന്റ്സ് ഞങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണോ? അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നിങ്ങൾ ആദ്യത്തെ 10 പേരെ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ആദ്യത്തെ 10 പേരെ ബൈ ഹാർട്ട് ചെയ്യണം. ചെയ്താലോ നമുക്ക്?
ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് ഒന്ന് എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ വെറുതെ. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് മാത്രം എഴുതിയാൽ മതി. ഇതൊക്കെ ആരാന്നൊക്കെ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് എല്ലാം കൂടെ അറിയില്ലാവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 10 എലമെന്റ്സിനെ നമ്മൾ കാണാപ്പാഠം പഠിക്കും. പക്ഷേ നിങ്ങൾ അത് പഠിക്കണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ കോഡ് പഠിച്ചിട്ട് വേണം വരാൻ. പഠിച്ചിട്ട് വരില്ല എല്ലാവരും കോഡ്? ഇപ്പൊ തന്നെ പഠിച്ചോ. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. യെസ്. ഓൾറെഡി പഠിച്ചതേ അവിടെ നിന്ന് എല്ലാവരും കാണാപ്പാഠം പറയുന്നു. ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. വെരി ഗുഡ്. ആണോ? കഴിഞ്ഞ അജിന. വെരി ഗുഡ്. സോ സർ അജിനെ ഒന്ന് വിളിച്ചേ. അജിന കോഡ് നമുക്ക് പറഞ്ഞു തരുമ്പോ. യെസ് അജിന, ഒരു മിനിറ്റ്. അയ്യോ, ഞാനിവിടെ ഇങ്ങനെ പൊത്തി പിടിക്കാൻ നോക്കുന്നു. ഒരു മിനിറ്റ് മിസ് സ്ലൈഡ് ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. പറഞ്ഞു അജിന, എന്തായിരുന്നു നമ്മുടെ കോഡ്? Hi, hello, listen BBC news on Friday night. വെരി ഗുഡ്. കോഡ് പഠിച്ചു കഴിഞ്ഞു. മിടുക്കന്മാരും മിടുക്കികളാണ്. ഓക്കെ സർ, ഒരാളെ കൂടെ നമുക്ക് വിളിക്കാം. അമേയ. അമേയെ വിളിക്കാം നമുക്ക്. അമേയ പറഞ്ഞോ. എന്തായിരുന്നു നമ്മുടെ കോഡ്? Hi, hello, listen BBC news on Friday night. വെരി ഗുഡ്. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമുക്ക് ഋഷികേഷിനെ കൂടെ വിളിക്കാം. യെസ് ഋഷികേഷ്. ഋഷികേഷ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കൂട്ടാ. പറഞ്ഞു. ഗുഡ് ഈവനിങ്. പറ ഋഷികേഷ്. Hi, hello, listen BBC news on Friday night. പെർഫെക്റ്റ്. സോ എല്ലാവരും ഗുഡ് ജോബ്. വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് ആ ഫസ്റ്റ് 10 എലമെന്റ്സിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓൾറൈറ്റ്, ഇനി ഇത്ര പോരെ? കുറെ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ സുഖമായിട്ട് വീട്ടിൽ പോവാ. വീട്ടിലാണല്ലോ നിങ്ങൾ ഓൾറെഡി. സോറി കുട്ടന്മാരെ. ഓക്കെ, വീട്ടില് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഓക്കെ, സോ പഠിച്ചൊന്നും മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ് പഠിച്ചതൊക്കെ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തിട്ട് വേണം വരാൻ. Alright, Adon പറയുന്നത് don't forget me. How will I forget you, Adon? I'll never forget you. Okay. Okay, so doubt ഉള്ളവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യാ. ബാക്കി എല്ലാവർക്കും എവിടെ മിസ്സിന്റെ താങ്ക് യു സ്ലൈഡ്. Thank you so much. We will see you in the next class. Good night. Sweet dreams. I love you all. Yes. So doubt ഉള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. Okay, sir, നമുക്ക് ഹാൻഡ് റൈസസ് one by one. ആരായിരുന്നു സർ? Navami. Sorry? Navami. Navami. Para Navami. Yes. അയ്യോ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂട്ടോ. ലിറ്റ്മസിന്റെ ആ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരുമോ? പിന്നെന്താ, കാണിച്ചു തരാലോ. ഈ സ്ലൈഡ് ആണോ? ഇതാണോ? Yes, miss. ഓക്കെ, യെസ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡൗട്ട് ഇല്ല. ഓക്കെ, no doubts, right? All right, got it. Okay, next hand raise, sir. Adriga. Adriga, par Adriga, എന്താ ഡൗട്ട്? ലിറ്റ്മസ് പേപ്പർ ഇഗ്നോറിംഗ് തന്നെ ഇൻഓർഗാനിക് ആസിഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഏത് ആസിഡിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഏതിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ സർ. Isabel. സോറി, Isabel. യെസ് ഇസബെൽ പറയൂ.
മിസ്സേ എനിക്ക് ഇൻഡിക്കേറ്റർ അതിന്റെ ആ സ്റ്റൈൽ കാണിച്ചു തരാം. യെസ് യെസ് ഇൻഡിക്കേറ്റർ ദാ വെച്ചു ഇൻഡിക്കേറ്റർ പറഞ്ഞു. ഓക്കെ താങ്ക് യു ടീച്ചർ. ഓക്കെ അടുത്ത ആള് Elda. എൽദ പറ എൽദ. മാം ഞാൻ ഈ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ഗോട്ട് ഇറ്റ്. അടുത്ത ആള് Nihara. നീഹാര പറഞ്ഞോ. ടീച്ചറെ ഇനോർഗാനിക് ആസിഡിന്റെ ഓർഗാനിക് ആസിഡിന്റെ സ്ലൈഡ് ഒന്ന് കാണിച്ചതാ. കാണിച്ചു തരാലോ. ഓക്കെ യെസ് അടുത്ത ആള് മ്യൂട്ട് ചെയ്തോട്ടെ നിഹാര. യെസ് അടുത്ത ആള് സർ. Shasna. ഏതാ Shasna. ഷസ്ന പറ ഷസ്ന. എല്ലാരും മ്യൂട്ട് അല്ലേ എന്ന് നോക്കിയേ. എല്ലാം മ്യൂട്ട് ചെയ്തോളൂ. ഷസ്ന പറഞ്ഞോ. ഗുഡ് ഈവനിംഗ് മിസ്. യെസ് ഗുഡ് ഈവനിങ് പറഞ്ഞോ. മാം ബേസിന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കോ? ഏതിന്റെ ഏതിന്റെ കൂട്ടാ? ബേസിന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കോ? ബേസിസ് ബേസിസ് ഓക്കെ ബേസിന്റെ കിട്ടി കിട്ടി മനസ്സിലായി. ബേസിന്റെ യെസ് എന്തോ ഫുൾ ബഹളത്തിലാണല്ലോ. യെസ് യെസ് ഓക്കെ അടുത്ത ആള് സർ. Mohammed Mishal. യെസ് മിഷാൽ ബൈ ബൈ എന്താ ബൈ. ഇൻഡിക്കേറ്റേഴ്സിനെ ഒന്ന് കാണിച്ചു ഇൻഡിക്കേറ്റേഴ്സ് ഓക്കെ. എനിക്ക് തോന്നുന്നു ബേസിസ് ചോദിച്ച ആളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഓക്കെ യെസ് ഇനി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ ഇനി ഒരു ജുംനയാണോ അത്? പറ ജുംന. ആളെ മ്യൂട്ട് ചെയ്തു സർ. യെസ് ജുംന. യെസ് ജുംന എനിക്ക് തോന്നുന്നു ജുംനയ്ക്ക് എന്തോ അൺമ്യൂട്ട് ചെയ്യാൻ എന്തോ ഒരു ട്രബിൾ ഉണ്ടെന്ന്. ഒന്ന് ക്ലാസ് ടീച്ചറെ കോൺടാക്ട് ചെയ്താൽ മതി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. ഹരിത മിസ് അല്ലേ ക്ലാസ് ടീച്ചർ, ഒന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ യെസ് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേസ് സെഷൻ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ എവരിവൺ. ബൈ. വെയിറ്റ് സർ ഒരു മിനിറ്റ് ഞാൻ എന്തായാലും താങ്ക് യു സർ. യെസ് ഓക്കെ താങ്ക് യു സോ മച്ച്. ബൈ.